ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി സന്തോഷമുണ്ട്, അതിലുപരി ഭയവുമുണ്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് ബലമുള്ളൊരു ദൈവമാ, അല്ലേ? ശക്തനായ ഒരു ദൈവമാ എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ആ ദൈവം നിങ്ങളെ ഇന്ന് വെറും കൈയോടെ മടക്കി വിടത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ച് ആമേൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഒരു പൊട്ടനെ പോലെ ആയിരിക്കണം, കർത്താവിന്റെ സന്നിധിയിൽ പൊട്ടനെ പോലെ ആയിരിക്കണം എന്നാ പറയുന്നത്. ഒന്നും അറിയത്തില്ലെങ്കിലും യെസ് ആമേൻ, യെസ് ആമേൻ. നടക്കോ നടന്നില്ലേ അത് എന്റെ വിഷയമല്ല, അത് കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചോർത്ത് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്, നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്ന ഒരുത്തൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ അവന്റെ കരങ്ങളിൽ മുഴുവനും ഏൽപ്പിച്ചു കൊടുത്ത പൂർണ്ണ മഹത്വം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. വചനത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയങ്ങളിൽ ഒരുപാട് വചനം എൻ്റെ കരങ്ങളിലൂടെ കടന്നുപോയി. വായിച്ചു വേറെ കണക്ഷൻസ് ഒന്നെങ്കിൽ തന്നെ കിട്ടുന്നില്ല. അപ്പം ഞാൻ ഉറപ്പിച്ചു, കർത്താവെ നിന്റെ കരങ്ങളിൽ ഞാൻ തരുവാ. ഞാൻ എൻ്റെ ഇതിലല്ല, പാസ്റ്റർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പോലെയല്ല ഞാൻ അവിടെ നിൽക്കേണ്ടത്. പാസ്റ്റർ ഷെഡ്യൂൾ ചെയ്തത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിരുന്നു. പക്ഷെ ഓരോരോ കേസ് അല്ലെങ്കിൽ റീസൺ കാരണം അത് പോസ്റ്റ്പോൺ ചെയ്ത് ഇന്നാണ് വന്ന് നിൽക്കുന്നത്. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇതെൻ്റെ ഹിതമല്ല, പാസ്റ്ററിന്റെ ഹിതമല്ല, പാസ്റ്റർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പോലെയുമല്ല. നിന്റെ ഹിതം വെളിപ്പെടണം, നിന്റെ ഹിതം വെളിപ്പെടണം. അപ്പനുമായിട്ട് ഞാൻ ഇരിക്കുക. അപ്പൊ എനിക്ക് വചനം തന്നേ പറ്റൂ. ഞാൻ അവിടെ ചുമ്മാ നിന്ന് എൻ്റെ ബുദ്ധിയിൽ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്ക് അത് തൃപ്തി വരത്തില്ല. ഞാൻ എൻ്റെ സന്നിധിയിൽ ഇരിക്കുക. ഈ വരുന്നവർക്ക് തൃപ്തി നൽകുന്ന ഒരു വചനം എനിക്ക് നീ നൽകണം. എന്താന്ന് എനിക്ക് അറിയത്തില്ല. കുറേ വചനങ്ങൾ എൻ്റെ കരങ്ങളിലൂടെ കടന്നു പോയി. ഞാൻ ക്ഷീണിച്ചു പോകുവാണോ, തളർന്നു പോകുവാണോ എന്നൊക്കെ എവിടേക്കോ തോന്നി, വീണു പോവുമെന്ന് ഞാൻ തോന്നി. പക്ഷേ ഇല്ല, നിർത്തേണ്ടത് എവിടെയാണെന്ന് അപ്പന് നല്ലവണ്ണം അറിയാം കേട്ടോ. അപ്പന് നല്ലവണ്ണം അറിയാം കേട്ടോ. സംശയത്തോടു കൂടി ആയിരിക്കാല്ലേ ചിലത് ഇവിടെ ഇരിക്കുന്നത്. എങ്ങനെ പോകും, മുന്നോട്ട് പോകുമോ, നിന്നു പോകുമോ, ഈ വണ്ടി നിന്നു പോകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരിക്കും ഇവിടെ നിൽക്കുന്നത്. ഈ വണ്ടി നിന്നു പോകത്തില്ല. നിങ്ങൾ കറക്റ്റ് ട്രാക്കിലൂടെ ഈ വണ്ടി ഓടിക്കുന്നത്. ഈ വണ്ടി നിന്നു പോകുവാനായിട്ട് സ്വർഗത്തിലെ പിതാവ് അനുവദിക്കത്തില്ലെന്നേ. പലതും വന്നേക്കാം, എതിരായി കുറുകയായി പല ആക്സിഡൻസ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പക്ഷെ ഈ വണ്ടി പോകുന്നത് സ്ട്രൈറ്റ് റൂട്ടിലൂടെയാണ് പോകുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ട്രാക്കിലൂടെ ഈ വണ്ടി പോകുന്നത്. ഈ വണ്ടിക്ക് ഒരു അപായവും സംഭവിക്കത്തില്ല. ഈ വണ്ടിക്ക് ഒരു അപായവും സംഭവിക്കത്തില്ല. നൽകേണ്ടത് എപ്പോഴാണെന്ന് അപ്പന് നന്നായി അറിയാം. തരേണ്ടത് എപ്പോഴാണെന്നേ കർത്താവിന് നന്നായി അറിയാം. മുന്നേ തന്ന കൊണ്ടങ്ങ് പോവും. പക്ഷേ തരുന്ന സമയം നീ ഒന്നിച്ചിരി ശോധനയിൽ കൂടെ കടന്നു പോയി നിന്റെ ഭാരം പ്രയാസം വർദ്ധിച്ച് ഞുറുങ്ങി പൊരുങ്ങി ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നൊരു സമയമുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ. അതാ അപ്പന് വേണ്ടത്. അതിനു വരെ നിന്നെ പ്രിപ്പയർ ചെയ്യും. അതിനു വരെ നിന്നെ പ്രിപ്പയർ ചെയ്യും. വചനം ഓൾറെഡി പറയുന്നുണ്ട്, അന്ത്യം വരെയും ഞാൻ നിന്നെ കാപ്പാൻ ശക്തനാണ്. അന്ത്യം വരെയും ഞാൻ നിന്നെ കാപ്പാൻ ശക്തനാണ്. ആ ഒരു കർത്താവിന് അറിയത്തില്ലേ നിന്റെ പോക്കും വരവും എന്താണെന്നുള്ളത്? തരും, നിശ്ചയമായി തരും. കുറെ പ്രാർത്ഥന വിഷയങ്ങളുമായിട്ട് ഇരിക്കുന്നവരാന്ന് എനിക്കറിയാം. എന്നെക്കാൾ നന്നായിട്ട് അപ്പൻ അറിയാം. അതുകൊണ്ട് എല്ലാ സംശയങ്ങളും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയ വചനം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ഞാൻ വിശ്വസിക്കുന്നു കീ വേർഡ് എന്ന് പറയുന്നത് ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പല വചനവും ഞാൻ പറഞ്ഞില്ലേ, പല വചനവും മറിച്ച് പോയപ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത വേർഡാ. ഞാൻ പെട്ടെന്ന് നിന്നു, ഞാൻ സ്റ്റോപ്പായി, അത് റീഡ് ചെയ്തു, വായിച്ചു നോക്കിയപ്പോൾ ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിന്നെ അയക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഒരു ആമേൻ പറഞ്ഞേ, എല്ലാവരും ഒന്ന് ആമേൻ പറഞ്ഞേ. ചെന്നായ്ക്കളുടെ അടുവിലാണ് നീ എന്ന് ആർക്കറിയാം? അപ്പന് നല്ല ബോധ്യമുണ്ട്. നീ ഇപ്പോ കടന്നു പോകുന്ന ശോധന അവസ്ഥ നല്ലവണ്ണം അറിയാം അപ്പന്. നിന്നെ കടത്തി വിട്ടതാ. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിന്നെ അയക്കുന്നു എന്നാ പറഞ്ഞത്. നീ കയറി ചെന്നു എന്നാണോ പറഞ്ഞേക്കുന്നത്? അല്ല, ഞാൻ നിന്നെ അയക്കുവാ, പോ, നീ അതിലൂടെ പോ. സംശയം വന്നേക്കാം അല്ലേ? അയ്യോ പ്രശ്നമാണ്, പ്രയാസമാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, രോഗമാണ്, ഞാൻ വീണു പോവോ? ഇല്ല, സ്ട്രെയിറ്റ് റൂട്ടാ, കറക്റ്റ് ട്രാക്കാ. നീ പൊയ്ക്കോ. അയച്ചിരിക്കുന്നു എന്നാ പറഞ്ഞേക്കുന്നേ. നീ കടന്നു ചെന്നല്ല പറഞ്ഞേക്കുന്നത്. ഞാൻ നിന്നെ അയക്കുന്നു. ചെന്നായ്ക്കളുടെ നടുവില്. എല്ലാരും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ചെന്നായ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്.
വളരെ സൽസ്വഭാവി പ്രാവിനെ പോലെ ഇരിക്കുന്നതാണോ ചെന്നായ? അല്ല. ചെന്നായ എന്നാ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ പല്ലും അതിന്റെ ബ്ലഡൊക്കെ ഉള്ള പല്ലൊക്കെയാണല്ലേ നമുക്ക് ഓർമ്മ വരും. വിരൂപമായ ഒരു രൂപം, കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ആ ചെന്നായ്ക്കയുടെ കൂട്ടത്തിലേക്കാ ഞാൻ നിന്നെ അയക്കുന്നത്. ആരെ പോലെ? ആടിനെ പോലെ. ആടിനെ പോലെ ഞാൻ നിന്നെ അയക്കുക. നല്ല ഇടയനല്ലേ? നല്ല ഇടയനാ. ആടിനെ 100 ആടിനെ കൊണ്ടുപോയി. ഒന്ന് പോയപ്പോഴും ആ ഒന്നിനെ പോട്ടെ എന്ന് പറഞ്ഞതല്ല അപ്പൻ, അതിനെയും കൂടെ കൂട്ടിയതാ. അതുകൊണ്ട് നല്ല ഇടയനാ നിന്നെ അയച്ചിരിക്കുന്നത്. ഇടയൻ എങ്ങോട്ട് അയച്ചേക്കുവാ? ചെന്നായ്ക്കളുടെ കൂട്ടത്തിലേക്ക് നിന്നെ അയച്ചേക്കുവാ. അവിടെ എന്നിട്ട് പറയുക, നീ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത്? പാമ്പിനെ പോലെ ബുദ്ധിയുള്ളതായിരിക്കണം നീ. പാമ്പിനെ പോലെ നിനക്ക് എന്തോ വേണം? ബുദ്ധി വേണം. ബുദ്ധി ഇല്ലാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ബുദ്ധി ഇല്ലാതിരിക്കുന്നവരുണ്ടോ? ഇല്ല. നമുക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിയാ, പക്ഷെ പ്രയോഗിക്കേണ്ട സ്ഥാനത്ത് നമ്മളാരും അത് പ്രയോഗിക്കത്തില്ല. പക്ഷേ പാമ്പ് കൗശലക്കാരനാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടായിരുന്നു അല്ലെ? ഏതേൻ തോട്ടത്തിലെ കൗശലക്കാരനായ പാമ്പ് എന്തു ചെയ്തു? ഹവ്വായെ മനസ്സിൽ സംശയം കൊടുത്തു. അവളെ കൊണ്ട് ആ പഴം തിന്നിച്ചു. എന്നിട്ട് ഹവ്വായ്ക്കും അത്, ആദമിനും അത് കൊടുത്തു. അവര് പാപത്തിലേക്ക് തള്ളിയിട്ടു. അപ്പൊ പാമ്പിനറിയാം എവിടെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് അല്ലെ? അതിന്റെ ബുദ്ധി എവിടെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് പാമ്പിന് നല്ലവണ്ണം അറിയാം. അതുപോലെ കൗശലക്കാരന് നല്ല പറയുന്നത്, പാമ്പിനെ പോലെ നീയും ബുദ്ധിയുള്ളതായിരിക്കുക. അതായത് ചെന്നായ്ക്കളുടെ നടുവിൽ ഞാൻ നിന്നെ അയക്കുമ്പോൾ നിനക്ക് ബുദ്ധി ഉണ്ടായിരിക്കണം. ഈ ചെന്നായ നിന്നെ ഏത് നിമിഷം അറ്റാക്ക് ചെയ്യുമെന്ന് നീ മുന്നവേ കാണണം. ആമേൻ. നീ അറിയണം നിന്റെ പ്രയാസം എത്രത്തോളവാ, പ്രതിസന്ധി എത്രത്തോളം, ഇത് എപ്പ എന്നെ അറ്റാക്ക് ചെയ്യും, ഇത് എപ്പ എന്നെ വിഴുങ്ങുമെന്ന് നിനക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നിന്റെ ബുദ്ധി ഉപയോഗിച്ചോണം. നിന്റെ ബുദ്ധി ഉപയോഗിച്ചോണം. മിണ്ടാതിരിക്കരുത്. മിണ്ടാതെ മന്ദബുദ്ധികളെ പോലെ ആയി തീരാനല്ല കർത്താവ് പറയുന്നത്. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കനുമാവണം. ആമേൻ. പാമ്പിനെ പോലെ ബുദ്ധി ഉണ്ടായിട്ട് അതിക്രമം ചെയ്യാനല്ല കർത്താവ് പറയുന്നത്. ആ ബുദ്ധി കൊണ്ട് നീ എന്ത് ചെയ്യണം? സമാധാനത്തോടുകൂടി നിഷ്കളങ്കമായിരിക്കണം. നിങ്ങളുടെ എല്ലാവരും എന്നെക്കാട്ട് ഏജ് ഉള്ളവരുണ്ട്, കുറവുള്ളവരുണ്ട്. നിങ്ങളുടെ ഈ ഏജിൽ ഈ 2 സ്വഭാവവും ചേർന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും മനസ്സിൽ ശാന്ത സ്വഭാവമായിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്കറിയാലേ, നമ്മുടെ കൂട്ടത്തിലേക്ക് നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര ബുദ്ധിയായിരിക്കാം, പക്ഷെ അത്ര സൂത്രശാലികളായിരിക്കും അവര്. ചിലവരെന്ന് വെച്ചാൽ നിഷ്കളങ്കരെന്ന് വെച്ചാൽ അങ്ങേ അറ്റത്തെ നിഷ്കളങ്കരായിരിക്കാം, എന്നാലൊട്ട് ബുദ്ധി ഉണ്ടാവില്ല. കറക്റ്റ് സമയത്തിന് എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല. അപ്പം നമ്മൾ തന്നെ വിചാരിക്കും മന്ദബുദ്ധി എന്ന്. നമ്മൾ തന്നെ അവരെ നോക്കി പറഞ്ഞു പോവേണ്ട അവസ്ഥകൾ വരും. പക്ഷെ കർത്താവ് എന്നോട് പറയുക, ഞാൻ നിന്നെ ചെന്നായ്ക്കളുടെ അടുക്കിലേക്ക് വിടുക. നിനക്ക് എന്തോ വേണം? ബുദ്ധി വേണം. നിനക്ക് എന്തോ വേണം? നിഷ്കളങ്കത്വം വേണം. സമാധാനത്തോടു കൂടി വേണം നീ ഓരോ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. എടുത്ത് ചാടി അതിനകത്തോട്ടൊന്നും പോയേക്കരുത്. സമാധാനത്തോടു കൂടി നീ ഹാൻഡിൽ ചെയ്തേക്കണം. ഇത് മത്തായി 10:16 അധ്യായമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ വചനം കിട്ടിയപ്പോൾ അതിൻ്റെ സ്വാഭാവികമായി നമ്മളെല്ലാവരും ചിന്തിക്കുമല്ലോ, അതിൻ്റെ തുടക്കം എന്താണെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കും. അതിൻ്റെ മുമ്പിലോട്ട് ഞാൻ പോയി. സിസ്റ്ററെ, അതിൻ്റെ 1-ാം അധ്യായം ഒന്ന് വായിക്കാവോ? ആമേൻ. ഇവിടെ എന്താ പറയുന്നത്? തൻ്റെ ശിഷ്യന്മാർക്ക് ചില അധികാരം കൊടുക്കുക അല്ലേ? തൻ്റെ ശിഷ്യന്മാർക്ക് ചില അധികാരങ്ങളെ കൊടുത്ത് എങ്ങോട്ട് വിടുക? ചെന്നായ്ക്കളുടെ നടുവിലേക്ക് വിടുക. അപ്പൊ എനിക്ക് മനസ്സിലായി ആരെയാ വിടുന്നെന്നുള്ള കാര്യം എനിക്ക് നല്ലവണ്ണം മനസ്സിലായി. തൻ്റെ ശിഷ്യന്മാരെ അധികാരം കൊടുത്തുകൊണ്ട് എങ്ങോട്ട് വിട്ടേക്കുക? ചെന്നായ്ക്കളുടെ നടുവിലേക്ക് വിടുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചെറിയ അധികാരങ്ങളെ കൈമാറ്റം നടക്കാൻ പോവാ. ചില അധികാരം കൈമാറ്റം ഞാൻ വിശ്വസിക്കുന്നു. ഈ ഡിസംബർ 1 ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ചില പ്രൊമോഷൻസ് വരാൻ പോവുക. ചില പ്രൊമോഷൻസ് നിങ്ങൾക്ക് വരാൻ പോവുക. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അധികാരം കൊടുത്തു എന്നാ പറയുന്നത്. ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തു. അതിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, 12 അപ്പോസ്തലന്മാരുടെ പേരാവിത്. അധികാരം കൊടുത്തു കഴിഞ്ഞപ്പോ അവന്റെ പോസ്റ്റ് മാറി, അവന്റെ പൊസിഷൻ മാറി. ശിഷ്യൻ എന്നുള്ളത് മാറിയിട്ട് അപ്പോസ്തലനാക്കി കർത്താവ് അവനെ മാറ്റിയിരിക്കുക. ഇന്ന് ഇതിനകത്ത് ചില അധികാരങ്ങളെ കർത്താവ് കൈമാറുക. ചില അധികാരങ്ങളെ കർത്താവ് കൈമാറുക. ശിഷ്യനിൽ നിന്ന് അപ്പോസ്തലൻ എന്നൊരു തലത്തിലേക്ക് നിന്നെ ദൈവം കണ്ടിരിക്കുക. ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് വെറുതെ വന്നതാണെന്ന് തോന്നുന്നുണ്ടോ? ഇതിനകത്ത് ചുമ്മാ വന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ ഞായറാഴ്ച വരാത്തവർ ഇതിനകത്ത് വന്നിട്ടുണ്ടായിരിക്കാം. ഞാൻ വിശ്വസിക്കുന്നു ചില അധികാരങ്ങൾ കൈമാറാൻ സമയമായി സിസ്റ്ററെ. ചില പ്രൊമോഷൻസ് കിട്ടാൻ സമയമായി. വചനം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ
കർത്താവിനോട് പറഞ്ഞത്, കർത്താവേ, എന്നെ ഒരു ചെറിയ സാക്ഷ്യമാക്കി നിർത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്നെ ചെറിയൊരു സാക്ഷ്യമാക്കി നിൻ്റെ സന്നിധിയിൽ നിർത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഞാനെന്ന് ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ദിവസങ്ങൾ, ഇന്ന ദിവസം എന്നെല്ലാം പറഞ്ഞ് മാറിപ്പോയി. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, എനിക്കും ഒരു പ്രൊമോഷൻ കിട്ടി. ആമേൻ. എനിക്കും ഒരു പ്രൊമോഷൻ കിട്ടി. ലെക്ചർ പോസ്റ്റിൽ നിന്ന് കൃപയാൽ അങ്ങനെ നടക്കുന്നതല്ല. കുറച്ച് നാൾ മുന്നേ അവിടുത്തെ മാനേജ്മെൻറ്റ് ഭയങ്കര ഇഷ്യൂവാ. കഴിഞ്ഞ ദിവസവും എല്ലാം ഞങ്ങളുടെ കൂടെ ഉള്ളവർ പറയുക, ഇനി ഇതൊന്നും നടക്കത്തില്ല, ഇൻക്രിമെൻ്റ് ഒന്നും നടക്കത്തില്ല, പ്രൊമോഷൻസ് ഒന്നും നടക്കത്തില്ല. അപ്പം ഞാനും പാപി ചെല്ലുന്നിടമെല്ലാം നിങ്ങൾ പൂരിപ്പിച്ചോ, അറിയാം അല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞൊരു വ്യക്തിയാ. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ പാപിയല്ല, നിന്റെ സകല പാപത്തെയാണ് ഞാൻ ക്രൂശിൽ വഹിച്ചത്. നീ പാപിയല്ല. നിനക്ക് വേണ്ടത് എന്തെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അത് എപ്പോ തരണമെന്നും എനിക്കറിയാം. ഏത് മാനേജ്മെന്റ് മാറിയാലും, എന്തൊക്കെ അവിടെ ചട്ടങ്ങൾ മാറിയാലും, എന്തൊക്കെ വന്നാലും, എന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കൾക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്തത്തില്ല. എൻ്റെ അപ്പൻ നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന സമയത്താണ് ഞാൻ വചനം എടുക്കുന്നതെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ചകളിൽ എൻ്റെ പോസ്റ്റിനെ ദൈവം മാറ്റി. ലെക്ചർ പോസ്റ്റിൽ നിന്ന് കർത്താവിനെ അസിസ്റ്റന്റ് പ്രൊഫസറിലോട്ട് കർത്താവിനെ മാനിച്ചു, കർത്താവിനെ കരം പിടിച്ചു. ഇത് ആശ്ചര്യവാ, ഇത് മനുഷ്യൻ കണ്ണാൽ ഇത് ആശ്ചര്യവാ. നിന്നെ തളർത്തി താഴെയിടാൻ ശത്രു നിന്നെ ഉന്നമിച്ചിരിക്കുമ്പോഴോ നീ ആരിലാണ് ആശ്രയിക്കുന്നത് നിനക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ, നീ ആരാധിക്കുന്നതും ആശ്രയിക്കുന്നതും വിളിച്ചപേക്ഷിക്കുന്നതും ആരിലാണ് എന്ന് നിനക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ, നിന്നെ ഒരു പിശാചിനും തള്ളി താഴെയിടാൻ കഴിയത്തില്ല. അവൻ നിന്നെ മുന്നേ കണ്ടിരിക്കുന്നു. നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. Amen. Praise the Lord. പറഞ്ഞില്ലേ, മാനേജ്മെന്റ് മാറി, ഇൻക്രിമെന്റ് നടക്കത്തില്ല, പ്രൊമോഷൻസ് നടക്കത്തില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തെ കർത്താവ് മാനിച്ചു, കർത്താവ് അനുഗ്രഹിച്ചു. ദൈവത്തിന് ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞു. ഇതിനു വേണ്ടിയാണോ എന്നെ മാറ്റി നിർത്തിയത്? താമസിച്ച് ആ ഒരു പൊസിഷൻ എനിക്ക് തന്നത് ഈ വചനവുമായിട്ട് കണക്ട് ചെയ്യാനാണോ? അല്ല, ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു അധികാരം കൈമാറിയതാ. ശിഷ്യനെന്ന് വെച്ചാൽ എന്തുവാ? ശിഷ്യനെന്ന് വെച്ചാൽ വിദ്യാർത്ഥിയാ അല്ലേ, പഠിക്കുന്നതേ ഉള്ളൂ. ഗുരു ശിഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ സ്റ്റുഡൻറ്റ് പോലെയാണല്ലേ. ടീച്ചർ സ്റ്റുഡൻറ്റ് പോലെയാണ്, ശിഷ്യനാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം കർത്താവ് എന്ത് കൊടുക്കുക? ക്വാളിഫൈഡ് കണ്ടു, ഞാൻ നിനക്ക് തരാൻ പോവാ, ചില അധികാരങ്ങൾ ഞാൻ നിനക്ക് തരാൻ പോവാ. അധികാരങ്ങളെ തന്നു, പേര് മാറ്റി, പൊസിഷൻ മാറ്റി, പ്രൊമോഷൻ കൊടുത്തു. ശിഷ്യനിൽ നിന്ന് അപ്പോസ്തലൻ എന്നൊരു പദവിയിലേക്ക് തന്റെ 12 ശിഷ്യന്മാരെ കർത്താവ് മാറ്റിയിരിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നു ഇത് എന്റെ ജീവിതത്തിൽ നടക്കും? എനിക്കും ഒരു പ്രൊമോഷൻ ഉണ്ടാവും. എനിക്കും ജീവിതത്തിൽ അടുത്തൊരു തലത്തിലേക്ക് ദൈവം എന്നെ മാനിക്കും. ജോലി ഇല്ലാത്തൊരു വിഷമിക്കേണ്ട, ജോലി ഇല്ലാത്തൊരു വിചാരിക്കുക എന്ത് പ്രൊമോഷൻ എന്ന്. ജോലിയിൽ മാത്രമല്ല പ്രൊമോഷൻ വരുന്നത്, ക്രിസ്തീയ ജീവിതത്തില്, നിങ്ങളുടെ ആത്മീക ജീവിതത്തിലും കർത്താവ് നിങ്ങൾ അടുത്തൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. അപ്പോസ്തലൻ എന്നൊരു പദവി നിങ്ങൾക്ക് തരാൻ പോവാ, നിയമിക്കപ്പെടുക. നിങ്ങളെ പേരിൽ നിങ്ങൾ അറിയാൻ പോവാ, അപ്പോസ്തലൻ എന്ന് നിങ്ങൾ അറിയാൻ പോവാ. അതുകൊണ്ട് ആരും നിരാശ വേണ്ട, ഭയം വേണ്ട, ഭാരം വേണ്ട. വന്നിരിക്കുന്നത് കറക്റ്റ് സ്ഥലത്താണ്. നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് ട്രാക്കിൽ കൂടെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് പറയാ, നീ പൊയ്ക്കോ, അധികാരങ്ങളെല്ലാം കൊടുത്തു അല്ലേ. നമ്മൾ വായിച്ചു എന്തൊക്കെ അധികാരമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. എല്ലാ അധികാരം കൊടുത്ത് വിട്ടേക്കുവാ. ദീനത്തെ നിനക്ക് പൊറുപ്പിക്കാൻ കഴിയും, വ്യാധിയെ നിനക്ക് മാറ്റാൻ കഴിയും, നിനക്ക് ഭൂതങ്ങളെ പുറത്താക്കുവാൻ കഴിയും, മരിച്ചവരെ നിനക്ക് ഉയർപ്പിപ്പാൻ കഴിയും. സകലവിധ അധികാരങ്ങളെയും കൊടുത്ത് വിട്ടേക്കുവാ. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ, രാജ്യങ്ങളിലേക്ക് പോവുക. എന്തിനാ? താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അറിയാം.
അവന്റെ രാജ്യം ആസന്നമായെന്ന് ഘോഷിക്കുവാൻ തക്കവണ്ണം, അവന്റെ രാജ്യം ആസന്നമായെന്ന്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന വാർത്ത സ്വർലോകരെ നിങ്ങൾ പോയി അറിയിക്കാനായിട്ട് കർത്താവ് അധികാരം കൊടുത്ത് വിട്ടേക്കുക അല്ലേ. കർത്താവിൻ്റെ രാജ്യം സമീപിച്ചിരിക്കുന്നു. റെഡി ആയിക്കോ, ഓടിപ്പോയ്ക്കോ, പറഞ്ഞോ എന്നും പറഞ്ഞ് കർത്താവ് അവരെ വിടുക. തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോഴേക്ക് കാണാം, കർത്താവ് പറയുക, സൗജന്യമായ ഞാനിത് നിനക്ക് തരുന്നത്, സൗജന്യമായ ഞാനിത് നിനക്ക് തരുന്നത്, നീ വിലപേശരുത്. നിങ്ങൾ തുടർന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നീ വിലപേശരുത്, ഞാൻ നിനക്കിത് സൗജന്യമായ തരുന്നത്. സോ നീ ഇത് സൗജന്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. വിലയ്ക്ക് കൊടുക്കാനല്ല ഞാൻ നിനക്ക് തന്നേക്കുന്നത്. സൗജന്യമായി തന്നത്, സൗജന്യമായി ലഭിച്ചത് നീ സൗജന്യമായി തന്നെ. ദാഹിക്കുന്ന മക്കൾക്ക്, വേണ്ട മക്കൾക്ക് ഇത് നീ സൗജന്യമായി തന്നെ കൊടുക്കുക. 9-ാം അധ്യായം ഇങ്ങനെ പറയുന്നു, മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. നീ കരുതണ്ട, നിന്നെ കരുതുന്ന ഒരു കർത്താവുണ്ട് അല്ലേ. ആമേൻ. നിന്നെ കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഏലിയാവിനെ കെരീത്ത തോട്ടിനരികിൽ കാക്കയാൽ ആഹാരം കൊടുക്ക് അവനെ പോറ്റുവാൻ അറിയാമെങ്കിൽ നിന്റെ വിശപ്പടക്കുവാൻ കർത്താവിനറിയാം. നീ പൊന്നും വെള്ളിയും മടിക്കൂത്ത് ഒന്നും എടുക്കണ്ട സിസ്റ്ററെ, കർത്താവാണ് തന്നെ അയക്കുന്നത്. ആ ഒരു ബോധ്യം നിനക്കുണ്ടോ? നെവർ മൈൻഡ്, വേറെ ഒന്നിനും നീ നോക്കണ്ട. ഡിസ്ട്രാക്ഷൻസ് ഒത്തിരി ഉണ്ടായേക്കാം, പ്രശ്നങ്ങൾ ഒത്തിരി വന്നേക്കാം. കർത്താവിനറിയാം, ചെന്നായ്ക്കളുടെ അടിയിലേക്കാണ് ഞാൻ തന്നെ വിടുന്നത്. ധൈര്യമായി പോ. വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനാട്ടോ. നമ്മൾ അവൻ്റെ വേല ചെയ്യുന്നുണ്ടെങ്കിൽ ആഹാരത്തിന് നമ്മൾ യോഗ്യരാന്നേ. സത്യസന്ധമായാണ് അവന്റെ ജോലി ചെയ്യുന്നതെങ്കിൽ, അവന്റെ വേല നീ സത്യസന്ധമായാണ് നീ ചെയ്യുന്നതെങ്കിൽ നീ യോഗ്യതയുള്ളതാ. നിന്റെ അന്നം അവൻ മുട്ടിക്കത്തില്ല. നീ ഒരിക്കലും നിരാഹാരം കിടക്കുവാനോ, നീ ഒരിക്കലും ഒന്നുമില്ല എന്ന് പറഞ്ഞ് കിടക്കുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ആമേൻ. നിന്റെ ജോലിയിൽ നീ വിശ്വസ്തനാണെങ്കിൽ, ജോലിയിൽ 100% എഫേർട്ട് ഇട്ടാണ് നീ ജോലി ചെയ്യുന്നെങ്കിൽ നീ യോഗ്യനാ അല്ലേ, എലിജിബിളാ. നിന്റെ ജോലിയിൽ നീ സത്യസന്ധമായാണ് ജോലി ചെയ്യുന്നെങ്കിൽ യു ആർ ദ എലിജിബിൾ പേഴ്സൺ. നിനക്ക് എലിജിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് പൊസിഷനിലേക്ക് പോകുവാൻ നിനക്ക് എലിജിബിലിറ്റി ഉണ്ട്. സോ അതിനെ ആർക്കും തടഞ്ഞു നിർത്തുവാനായിട്ട് ഒരു പിശാചിനും കഴിയത്തില്ല. ദൈവം മുന്നവേ കണ്ടതാണ്. ഒന്നും ആർക്കും തടസ്സപ്പെടുത്തി വെക്കുവാനായിട്ട് കഴിയത്തില്ല. കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ ഒന്നും ഒരു പിശാചിനും തകർത്തു കളയാനായിട്ട് കഴിയത്തില്ല. ആമേൻ. അതുകൊണ്ട് ആഹാരത്തിന് വേണ്ടി നീ നോക്കണ്ട. ആഹാരത്തിന് വേണ്ടി അല്ല നമ്മളാരും ജീവിക്കുന്നത്. ആഹാരത്തിന് ഒരു നേരത്തെ, എല്ലാവരും പറയാറുണ്ടല്ലേ, കോമൺ ആയിട്ടുള്ളൊരു വേർഡാണ് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി. പക്ഷെ ഞാനിന്ന് പറയുക, ആ വേർഡ് നിങ്ങൾ ക്യാൻസൽ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ എടുത്ത് കളയുക. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അല്ല നീ ജീവിക്കേണ്ടത്. അപ്പൻ്റെ വേല നീ സ്ഥിരതയോടുകൂടി, സത്യസന്ധതയോടുകൂടി നീ ചെയ്യുവാണെങ്കിൽ നീ യോഗ്യതയുള്ളവരാ. നിനക്ക് യോഗ്യതയുണ്ട്. നീ ഒരിക്കലും അന്നമുട്ടി ഇരിക്കുവാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് അവർ ഇതെല്ലാം കൊടുത്ത, എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്താ പറഞ്ഞു വിടുന്നത് അല്ലേ. ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്താ കർത്താവ് അവരെ പറഞ്ഞു വിടുന്നത്. പേടിക്കണ്ട, ഭയന്നു പോകേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. നീ എൻ്റെ വേലക്കാരനാ, നീ ആഹാരത്തിന് യോഗ്യനാ. ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, അപ്പോഴാ കർത്താവ് പറയുന്നല്ലേ, ചെന്നായ്ക്കളുടെ അടിയിലേക്ക് ഞാൻ നിന്നെ ആടുകളെ പോലെ അയക്കുന്നു. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായി അവന്റെ വേല ചെയ്യുവാനായിട്ട് കർത്താവ് കടത്തി വിടുക. അപ്പോൾ ദൈവം പറയുക, മനുഷ്യനെ നീ സൂക്ഷിച്ചു കൊള്ളുക. അത് നിന്റെ അപ്പനാവട്ടെ, അമ്മയാവട്ടെ, കൂടപ്പിറപ്പാവട്ടെ, ആരുമാവട്ടെ, മനുഷ്യനെ നീ സൂക്ഷിച്ചു കൊള്ളുക. അവൻ നിനക്ക് പണിയും. നിന്റെ വേലയെ അവൻ തടസ്സപ്പെടുത്തും. പക്ഷേ
നീ അവരെ അല്ല നോക്കേണ്ടത്, നിന്നെ അയച്ചത് ആരെയാണെന്ന് നീ നോക്കി നിന്റെ ഓട്ടം സ്ഥിരതയോടുകൂടി ഓടിയാ മതി. വേറെ ഒന്നും നീ ഓർക്കണ്ട. അതിന്റെ 19ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ സിസ്റ്ററെ? പറയുവാ, മനുഷ്യനെ നീ സൂക്ഷിച്ചു കൊള്ളണം. ഒരുപാട് തന്ത്രങ്ങൾ കൊണ്ട് അവൻ നിന്നെ കുരുക്കുവാൻ ശ്രമിക്കും, നിന്നെ അടിമപ്പെടുത്താൻ ശ്രമിക്കും, നിന്നെ ഞെരുക്കും, നിന്നെ തള്ളി താഴെയിടും. അപ്പോഴും പറയുവാ, നീ മിണ്ടരുത്, നീ മിണ്ടരുത്, നീ പറയണ്ട. നിന്റെ ബുദ്ധിക്കൊത്തല്ല നീ പറയേണ്ടത്. തരുമെന്നാ പറയുന്നേ. ആര് തരും? ആത്മാവ് തരുമെന്നാ പറയുന്നത്. ആത്മാവ് എവിടെ ഇരിപ്പുണ്ട്? ഉള്ളിൽ ഇരിപ്പുണ്ടല്ലേ? ഉള്ളിലെ ആത്മാവിനെ നീ ബലപ്പെടുത്തിയാൽ മാത്രം മതി. നീ ആരുടെ വേലയാ ചെയ്യുന്നതെന്ന് ഉള്ളിലുള്ളവന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് നിന്നെ എതിർക്കുന്നവരോട്, നിന്നെ തർക്കിക്കുന്നവരോട് നീ മിണ്ടണ്ട. നീ മിണ്ടാതിരുന്നാൽ മാത്രം മതി. നീ മിണ്ടാതിരുന്ന് ഞാൻ ആരാകുന്നുവെന്ന് അറിഞ്ഞാൽ മാത്രം മതി. അവൻ തെളിയിച്ചോളും, അവൻ പറഞ്ഞോളും. നിനക്ക് പറയുവാനുള്ളതെല്ലാം അവൻ അവരോട് പറഞ്ഞോളും. അതുകൊണ്ട് മിണ്ടാതിരുന്ന് നീ മുന്നോട്ട് പൊയ്ക്കോണം. പ്രശ്നങ്ങൾ വരുന്നേ, പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, കടഭാരങ്ങൾ വരും, അല്ലെ? പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ആ സമയവും കർത്താവാണ് എന്നെ നടത്തുന്നത് എന്നൊരു ബോധ്യം നിനക്കുണ്ടായിരിക്കണം. നിന്റെ ഭാരം യഹോവമേൽ ഭരമേൽപ്പിക്ക എന്ന് നമ്മളെല്ലാരും പറയുന്നുണ്ടല്ലേ? കർത്താവിനറിയാം നിനക്ക് ഭാരമുണ്ട്, കഷ്ടമുണ്ട്. ഞൊടി നേരത്തേക്കുള്ള കഷ്ടം സാരമില്ലെന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, പ്രയാസപ്പെടേണ്ട. കർത്താവിന് നല്ലവണ്ണം അറിയാം. നിങ്ങളും ഞാനും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഏതാണെന്ന് കർത്താവിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ഈ ട്രാക്ക് ഒന്ന് മാറി ഓടാനായിട്ട് ഒന്നും ശ്രമിച്ചേക്കരുത് കേട്ടോ. പ്രശ്നം കൂടി വരുക, ഭാരം കൂടി വരിക. കുറേ നാളായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈ പ്രാർത്ഥനാ വിഷയം എനിക്ക് മാത്രം എന്താ വിടുതലില്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് പിന്മാറിപ്പോയി കഴിഞ്ഞാൽ നിനക്ക് അയ്യോ കഷ്ടം. സിസ്റ്റർ, ഞാനത് എഴുതി തരാം, എവിടെ വേണമെങ്കിലും എഴുതി തരാം. ഇതിൽ നീ കറക്റ്റ് ട്രാക്കിലൂടെയാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ട്രാക്കിലൂടെയാ നീ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധികൾ അനവധിയാ, പ്രശ്നങ്ങൾ അനവധിയാ നിന്നെ പിന്നാലെ വരുന്നത്. പക്ഷേ നീ ഒന്നും നോക്കേണ്ട, പിന്നോട്ട് നോക്കേണ്ട ആവശ്യമില്ലെന്നേ. പിന്നോട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഒന്നിനെ കുറിച്ച് നീ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് നിന്നെ പുലർത്തിയ ദൈവം നാളെ നിന്നെ അതിൽ പരമായി മേൽത്തരമായി പുലർത്തുന്ന ഒരു ദൈവമുണ്ടത്. നിന്നെ നിന്ദിച്ചവരുടെ, നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. അത് തെളിയാൻ പോവുക, അത് തെളിയാൻ പോവുക. നാളായിരുന്ന പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥന വിഷയങ്ങളുടെ വിടുതൽ വരാൻ പോവുക. നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട്, വെല്ലുവിളി ഉള്ളത് എന്തിനാ? വിളിയുള്ളവനാ വെല്ലുവിളി ഉള്ളതല്ലേ? വിളിയുള്ളവനാ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നത്. ഇതിനകത്ത് ആരെങ്കിലും സ്മൂത്തായിട്ട് പോകുന്നവർ ഇതിനകത്ത് വന്നിട്ടുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അവരുണ്ടെങ്കിൽ ഒന്ന് കൈപോക്കേ. കുഞ്ഞുങ്ങളല്ല, അവർക്കൊരു പ്രശ്നങ്ങളും ഇല്ല അല്ലേ? പക്ഷേ നമ്മൾ അഡൾട്ട് അല്ലെങ്കിൽ മുതിർന്നവരെ എടുത്തു നോക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങളുടെ കൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, പ്രശ്നമുണ്ട്, പ്രതിസന്ധി ഉണ്ട്. ചെന്നായുടെ ചുറ്റും, നിന്റെ ചുറ്റും ചെന്നായ്ക്കൾ നിന്നെ വലയം ചെയ്തോണ്ടിരിക്കുക. പക്ഷേ നീ പാമ്പിനെ പോലെ ബുദ്ധി പ്രയോഗിച്ച് നിഷ്കളങ്കമായി അതിൽ നിന്ന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. പല സംശയങ്ങളും ഈ വഴിയിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം, പല ചിന്തകളും നിന്റെ മനസ്സിൽ വന്നേക്കാം. പക്ഷെ ആ ചിന്തകളുടെ പുറകെ അല്ല നീ പോവേണ്ടത്. ആ മനസ്സ് പറയുന്നത് പോലെയല്ല നീ പോകേണ്ടത്. നിന്നെ വിളിച്ച് ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനിലേക്ക് നോക്കി നീ മുന്നേ പോയാൽ മതി. നിന്റെ വഴികളെ അവൻ നിരപ്പാക്കിക്കോളും. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കുന്നില്ലേ? രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ ചോദിക്കത്തില്ല, ദാ വെള്ള വസ്ത്രം ഇട്ട് ദാ പോകുന്നു, ബൈബിൾ എടുത്തു ദാ പോകുന്നു അല്ലേ? എന്തിനു പോകുന്നോ, എങ്ങനെ പോകുന്നു? ദാ ഇങ്ങനെ തന്നെ അവന്റെ ജീവിതം പോകുന്നതെന്ന് പലരും ആക്ഷേപിച്ചേക്കാം. നെവർ മൈൻഡ്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതിനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലെന്നേ. പ്രതിഫലം തരുന്നത് ഈ പറയുന്നവർ ആരുമല്ല. പ്രതിഫലം തരുന്നത് സ്വർഗസ്ഥനായ പിതാവാന്നേ. അവനാ തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പലരും തന്നെ ഉച്ചു നോക്കിയേക്കാം, നിനക്ക് എന്താ ഉണ്ടായെന്ന് ചോദിച്ചേക്കാം. പക്ഷെ മറുപടി കൊടുക്കാൻ നിന്നേക്കരുത്. നിന്റെ ബുദ്ധിയിൽ നീ അത് മറുപടി പറഞ്ഞ അത് ദൈവരാജ്യ
രാജ്യത്തിന് അത് എതിരായി പോകും. അതുകൊണ്ട് മിണ്ടാതിരിക്കുക. അപ്പനും പറയുന്നത് മിണ്ടാതിരിക്കുക. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷപ്പെടും. രക്ഷപ്പെടും. ഒന്ന് പറഞ്ഞേ, എല്ലാരും ഒന്ന് പറഞ്ഞേ, ഞാൻ രക്ഷപ്പെടും. ഉറക്കെ പറഞ്ഞേ, ധൈര്യത്തോട് പറഞ്ഞേ, ഉറപ്പോടുകൂടി പറഞ്ഞേ, ഞാൻ രക്ഷപ്പെടും. ആമേൻ. പറ്റുന്നില്ലേ പറയാനായിട്ട്? പറ്റുന്നില്ലേ? പറ്റണം, പറ്റണം, പറ്റണം. ഞാൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഒരു പിശാചിന് എന്നെ തള്ളി താഴെ ഇടുവാനായിട്ട് കഴിയത്തില്ല. ഞാൻ കേട്ടിറങ്ങിയത് അവന്റെ വിളിയാ. ഞാൻ കേട്ടിറങ്ങിയിരിക്കുന്നത് എന്നെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ദൈവമല്ല അവൻ. അന്ത്യം വരെ എന്നെ കാക്കും. അന്ത്യം വരെ എന്നെ കാക്കും. പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്തൊക്കെ വന്നാലും പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവല്ലേ സിസ്റ്ററെ. ആ ദൈവത്തെ നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവല്ലേ. പലരും ദൈവത്തിന് വേണ്ടി നിന്നവരാരും സുഖിച്ച് വാണ കാര്യങ്ങളൊന്നും ബൈബിളിനകത്ത് നമ്മൾ പഠിക്കുന്നില്ല. സുഖിച്ചാണ് അവർ പോയത്. അവർക്ക് കഷ്ടമില്ല, അവർക്ക് നഷ്ടമില്ല, സർവ്വ സന്തോഷവും സുഖങ്ങളും ഉണ്ടെന്ന് വചനം പഠിപ്പിക്കുന്നില്ല. പക്ഷേ നിത്യമായൊരു വാസം അവരെന്താണ് ക്വാളിഫൈഡ് ആണല്ലേ. അതിലെയാണ് അവർ നോക്കിയത്. അവർ നിത്യമായ വാസത്തെയാണ് നോക്കിയത്. നല്ല വീടല്ല അവർ നോക്കിയത്, നല്ല ബംഗ്ലാവല്ല അവർ നോക്കിയത്, നല്ല വാഹനമല്ല അവർ നോക്കിയത്. അവര് നോക്കിയത് അപ്പന്റെ മുഖത്തേക്കാണ്, അപ്പന്റെ മുഖത്തേക്കാണ്. അവിടെയാണ് നിത്യമായൊരു വാസം എനിക്ക് നിങ്ങൾക്ക് കർത്താവ് ഒരുക്കിയിട്ടുള്ളത്. ഇതെല്ലാം കാണുന്നത് മായയാണ്. ഈ കാണുന്നത് മായയാണ് സിസ്റ്ററെ, ഈ കാണുന്നത് മായയാണ് ബ്രദറെ. അതുകൊണ്ട് ഇതിലേക്ക് ഓടണ്ട. നല്ല ജോലി, നല്ല വീട്, നല്ല ഭവനം എല്ലാം വേണം, വേണ്ടാന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഇതെല്ലാം അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ, അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അല്പത്തിൽ അല്ല നീ നോക്കേണ്ടത്. ഇവിടെയുള്ള വിശ്വാസത്തെ, ഇവിടെയുള്ള സൗകര്യങ്ങളെ ഒന്നും അല്ല നീ നോക്കേണ്ടത്. അവന്റെ അരികിൽ ഇരിക്കണം അല്ലേ. അവന്റെ അരികിൽ ഒരു സ്ഥലം ഒരുക്കിയിട്ടാ കർത്താവ് വന്നേക്കുന്നേ. കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് വരുമെന്നേ, കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് വരും. അവന്റെ വലതു ഭാഗത്ത് ഇരിക്കുവാനായിട്ട് ചില വാസസ്ഥലങ്ങളെ ക്രമീകരിച്ച് അവൻ ഇറങ്ങി വരുമ്പോൾ നിന്റെ അവിശ്വാസം, നിന്റെ അധൈര്യം, നിന്റെ സംശയം, അതുകൊണ്ട് നിന്നെ ഇവിടെ ഇട്ടിട്ട് പോകുവാനായിട്ട് ഇടവരുത്തിയേക്കരുത്. പൊയ്ക്കോണം, പൊയ്ക്കോണം. ഇതെല്ലാം വിടിഞ്ഞ്, ഈ ലോക സുഖങ്ങളെ വിടിഞ്ഞ്, ഈ ലോക മോഹങ്ങളെ വിടിഞ്ഞ് അപ്പന്റെ സന്നിധിയിലേക്ക് പോകാനായിട്ട് റെഡി ആയിക്കോ. അതുകൊണ്ട് അവസാനത്തോളം നിൽക്കുന്നവൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജാതിയെ നോക്കി പറയുമല്ലേ, എന്തോ ഉണ്ടായി, രക്ഷപ്പെടത്തില്ല. ധൈര്യമായിട്ട് ഇന്ന് മുതൽ നിങ്ങൾക്ക് അത് പറയാം. അവസാനത്തോളം ഞാൻ നിൽക്കുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഞാൻ കേട്ട വാഗ്ദത്തങ്ങൾ വെറുതെയല്ല, ഞാൻ കേട്ട ദൂതുകൾ വെറുതെയല്ല. കർത്താവിന് എന്നെ കുറിച്ചുള്ള പ്ലാനാണ് ഞാൻ കേട്ടത്. കർത്താവിന് എന്നെ കുറിച്ചുള്ള പദ്ധതികളാണ് പ്രവാചകന്മാരിലൂടെ ഞാൻ കേട്ടത്. അതുകൊണ്ട് ഞാൻ അതിൽ വിശ്വസിക്കും. അതെനിക്ക് കിട്ടാതെ പോകത്തില്ല. 27-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്ത് പറവിൻ, ചെവിയിൽ പറഞ്ഞു കേൾക്കുന്നത് പുരമുകളിൽ നിന്ന് ഘോഷിപ്പിൻ. എല്ലാവരും ഞായറാഴ്ച ഇവിടെ വന്നിരുന്ന ഹല്ലേലൂയാ, ആമേൻ, പ്രൈസ് ദി ലോർഡ് എന്നെല്ലാം വിളിച്ചു പറയും. പക്ഷെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കാനില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥയല്ലേ. അതുകൊണ്ടാ പറയുന്നത്, ഇരുട്ടത്ത് പറയുന്നതും കേൾക്കുന്നതെല്ലാം വിളിച്ചു പറയാം. പുരയുടെ മുകളിൽ കയറുന്ന വിളിച്ചു പറ, ദൈവം വിശ്വസ്തനാ. അതിനുവേണ്ടിയ കർത്താവ് ഇന്ന് നിങ്ങളെ ഇവിടെ കൊണ്ട് വന്നേക്കുന്നത്. ശിഷ്യനിൽ നിന്ന് അപ്പോസ്തലനിൽ നിന്നൊരു പദവി തന്ന് നിങ്ങളെ വിടാൻ പോവുക. ജാതിക്കാരോട് വചനം പറയുവാനായിട്ട്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഇന്ന് ഇവിടെ കൊണ്ട് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വെറുതെ പോയേക്കരുത്. ഇപ്പോ ചിരിക്കാൻ തോന്നുമായിരിക്കാം, ഇപ്പോ ഇത് വിഡ്ഢിത്തരമാണെന്ന് തോന്നിയേക്കാം. പക്ഷെ അവരുടെ മുമ്പിൽ ധൈര്യമായിട്ട് നിന്ന് പറഞ്ഞോണം, ദൈവം വിശ്വസ്തൻ, അവന്റെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന്. പുരയുടെ മുകളിൽ കയറി നിനക്കത് പറയുവാൻ നിനക്ക് ധൈര്യമുണ്ടോ? അതാണ് ഇവിടെ ശുശ്രൂഷകന്മാരെ പറ്റി കർത്താവ് പറയുന്നത്. അതാണ് ശുശ്രൂഷകന്മാരെ പറ്റി, അതാണ് അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്.
ആരെയും നോക്കത്തില്ല അല്ലെ. പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ വെളിയോഗങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. വഴിയിൽ നിന്നൊക്കെ കർത്താവിനെ ഘോഷിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ പറയും, ഓ എന്തുവാ അവരിങ്ങനെ എന്തിനാ ഘോഷിക്കുന്നത്? അതാണ് യഥാർത്ഥ ശുശ്രൂഷകന്മാര്. ഇപ്പൊ ഇൻക്ലൂഡിങ് മീ, എന്നെ കൂടെ ചേർത്താ ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും സഭയിൽ വന്ന വചനമൊക്കെ പറയാൻ വളരെ ആക്റ്റീവായിരിക്കാം. പക്ഷെ മാറണം, ഇതെല്ലാം മാറണം. പുരയുടെ മുകളിലും നാണക്കേടൊന്നും ഇല്ലാതെ അധൈര്യത്തോടല്ല, ധൈര്യത്തോട് നിന്ന് നിന്റെ ദൈവത്തെ നീ ഘോഷിക്കണം. ദൈവത്തെ ഘോഷിക്കണം. അതിനുവേണ്ടിയാ ദൈവം ഇന്ന് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. അകത്തിരുന്ന് പ്രാർത്ഥിച്ച്, ഇരുട്ടത്തിലിരുന്ന് പ്രാർത്ഥിച്ച് നേടുവാൻ വേണ്ടി മാത്രമല്ല, ഈ നേടിയതിനെ നീ ഫ്രണ്ടിൽ പോയി നിന്ന്, നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഉറക്കെ ഘോഷിക്കണം. എന്റെ ദൈവം എനിക്കിത് നൽകി, എന്റെ ദൈവം എനിക്ക് നന്മ തന്നു. ആമേൻ. നമ്മുടെ ദേഹത്തെ കൊല്ലുവാനേ മനുഷ്യർക്ക് കഴിയത്തുള്ളൂ, നമ്മുടെ ദേഹിയെ കൊല്ലുവാൻ മനുഷ്യർക്ക് കഴിയത്തില്ല എന്ന് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ദേഹത്തെ മുറിവേൽപ്പിക്കാം അല്ലേ. നമുക്ക് ഒരു അടി തന്നാ കവിള് വീർക്കുവായിരിക്കാം, ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചുറി സംഭവിക്കുവായിരിക്കാം ദേഹത്തെ പല സ്ഥലങ്ങളിലും. പക്ഷേ ദേഹിയെ തൊടാൻ കഴിയത്തില്ല അവർക്ക്. അത് നീ വിചാരിച്ചാൽ മാത്രമേ നിന്റെ ദേഹിയെ തൊടാൻ കഴിയത്തുള്ളൂ അല്ലേ. അങ്ങനെയല്ലേ? എന്തൊക്കെ കേൾക്കുന്നുണ്ട്. രാവിലെ വരുമ്പം തന്നെ ചോദിക്കത്തില്ലേ, നിനക്ക് അവിടെ തന്നെ പോണോ? ആ പള്ളിയിൽ തന്നെ നിനക്ക് പോണോ? ഇവിടെ അടുത്തൊരു പള്ളി കിടക്കുമല്ലേ, ഇവിടെ പൊയ്ക്കൂടെ, നിനക്ക് പൊയ്ക്കൂടെ ചോദിക്കാറുണ്ടല്ലേ. പലതും കേൾക്കാറുണ്ട്. പക്ഷെ നീ മറിച്ചൊന്ന് ചിന്തിക്കാത്തത് കൊണ്ടാ അല്ലെ, നീ മറിച്ചൊന്ന് ചിന്തിക്കാത്തത് കൊണ്ടാ നീ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഉറച്ചോണം, ഉറപ്പോടെ പറഞ്ഞോണം, ദേഹത്തെ മനുഷ്യർക്ക് നശിപ്പിക്കാൻ അല്ലെങ്കിൽ മുറിവേൽപ്പിക്കാൻ കഴിയത്തുള്ളൂ. എന്റെ ഉള്ളത്തിനകത്തുള്ള എന്റെ ദേഹിയെ ഒരു മനുഷ്യനും തൊടാൻ കഴിയത്തില്ല. അത് ഞാൻ വിചാരിച്ചാൽ മാത്രമേ കഴിയത്തുള്ളൂ. അതിന് നിങ്ങൾ ഉതകരുത്, അതിന് നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഒരു പിശാചിന്റെ സംശയത്തിനും ദേഹിയെ മുറിവേൽപ്പിക്കുവാനായിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അതുകൊണ്ട് ബലത്തോടായിരിക്കുക, ശക്തിയോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ മുന്നോട്ട് പോവുക. വീണു പോകത്തില്ല സിസ്റ്ററെ, വീണു പോകത്തില്ല. പ്രതിസന്ധികൾ അനവധിയാ. അതാ ഇന്ന് വചനം എടുത്തു പറയുന്നത്. അനവധി പ്രശ്നങ്ങൾ വന്നാലും കർത്താവിനെ നീ തള്ളി പറയരുത്. കുരികിൽ പക്ഷികളെ വാങ്ങുന്നവരുണ്ട്, പക്ഷെ അത് എപ്പോൾ നിലത്ത് വീഴണമെന്ന് കർത്താവാ തീരുമാനിക്കുന്നത് അല്ലേ. കുഞ്ഞു കിളിയാ കുരികിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞു കിളിയാ, വളരെ സ്മോൾ ബേർഡാ അല്ലെ. ഈ ഹമ്മിങ് ബേർഡിനെ പോലെ ചെറിയ കുഞ്ഞു ബേർഡാണ് കുരുവി അല്ലെങ്കിൽ കുരുകിൽ. ആ കുരുകിലിനെ ദൈവം ഇത്രയധികം പോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് താഴെ വീഴുന്നത് കർത്താവ് അറിയുന്നുണ്ടെങ്കിൽ, നിന്റെ തലയിലെ ഒരു രോമം പോലും പൊഴിഞ്ഞു, അപ്പന്റെ അനുവാദമില്ലാതെ പൊഴിഞ്ഞു പോവത്തില്ല. നിന്റെ തലയിൽ ഒരു രോമം പോലും ഒരു പിശാചിനും പറിച്ചെടുക്കാൻ കഴിയത്തില്ല. അപ്പന്റെ അനുവാദമില്ലാതെ പറിച്ചെടുക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രയാസമുണ്ട്, ഭാരമുണ്ട്, എന്തൊക്കെ വന്നും ഒത്തിരി കേൾക്കും. കൊടുത്തേക്കരുത്, ചെവി കൊടുത്തേക്കരുത്. ഓടിക്കണം, സ്ഥിരതയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ഓടിക്കണം. ഹോ ജീസസ്, നിങ്ങളെല്ലാവരെയും കർത്താവ് അതിനു വേണ്ടി ഇന്ന് ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത് ആണോ? അതിനു വേണ്ടിയാണ് നിങ്ങളെ കൊണ്ടുവന്നേക്കുന്നത്. ആണ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. പല വചനങ്ങളിൽ കൂടെ കർത്താവ് എന്നെ കടത്തി ഈ ഒരു വചനത്തിൽ എന്നെ ദൈവം ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നമുക്കൊരു പ്രൊമോഷൻ്റെ ടൈമായി. നമ്മുടെ പ്രാർത്ഥനാ ശൈലികൾ മാറ്റേണ്ട സമയമായി അല്ലെ. അന്യഭാഷയുടെ തലം മാറേണ്ട സമയമായി, ശുശ്രൂഷയുടെ ലെവല് മാറേണ്ട സമയമായി. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ചർച്ചിന്റെ ശുശ്രൂഷയുടെ ലെവല് മാറുക. ഒരു പ്രൊമോഷൻ സഭയ്ക്ക് കർത്താവ് കൊടുക്കുക. 2024 അവസാനത്തില് ദൈവം സഭയെ എടുത്ത് മാറ്റുക, മറിക്കുക, ദൈവം മാനിക്കുക. നിന്ദിച്ചവരുടെ പരിഹസിച്ചവരുടെ മുമ്പില് കർത്താവ് ഈ സഭയെ മാനിക്കാൻ പോവുക. അന്ത്യത്തോളം കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഈ സഭയെ കർത്താവ് രക്ഷിക്കുക തന്നെ ചെയ്യും. ഒരു പിശാചിന് കൈ കൊടുക്കത്തില്ല, ഒരു പിശാചിന്റെ കയ്യിലും ഈ സഭയെ കർത്താവ് ഏൽപ്പിക്കത്തില്ല. അതുപോലെ സഭയിലേക്ക് കടന്നു വരുന്ന നിങ്ങളെയും ഒരു പിശാച് വന്ന് ഏൽപ്പിക്കത്തില്ല. കർത്താവ് അതിനെ അനുവദിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷക്കാരെ നമ്മൾ കണ്ടു അല്ലേ, ശുശ്രൂഷക്കാരെ നമ്മൾ കണ്ടു. അപ്പോ ഇവിടെ 12 ശിഷ്യന്മാരെയാണ് കർത്താവ് അടുത്തൊരു പോസ്റ്റിലോട്ട് കൊണ്ടുപോയത്, അപ്പോസ്തലനാക്കിയത്. അപ്പോ ശിഷ്യന്മാരുടെ കൂട്ടത്തില്ലാത്ത ഒരു അപ്പോസ്തലനെ പറ്റി പറയാതെ പോകാൻ പറ്റത്തില്ല. ആരായിരിക്കും ആ അപ്പോസ്തലൻ?
ശിഷ്യന്മാരുടെ കൂട്ടത്തിലില്ലാത്തൊരു അപ്പോസ്തലനുണ്ട് അല്ലേ? വിജാതികളുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ഒരു പൗലോസ് ഉണ്ടായിരുന്നു. പൗലോസിനെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പൗലോസ് 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 എന്ന് നമ്മളെല്ലാവരും കേൾക്കുന്നൊരു പൗലോസ് ഉണ്ട്. ആ പൗലോസ് 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലായിരുന്നു അല്ലേ? 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലായിരുന്നു പൗലോസ്. ആ പൗലോസ് പുറത്തു നിന്നൊരു വ്യക്തിയാ. ആ വ്യക്തിയെ അപ്പോസ്തലനാക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ചില ക്വാളിറ്റീസ് ഉണ്ടല്ലേ? അതാ പറഞ്ഞത്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാവുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. പൗലോസിന്റെ ജീവ സാഹചര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാലേ, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നടന്ന ഒരു വ്യക്തിയാണോ പൗലോസ്? ആണോ? അല്ല. എവിടെ കണ്ടാലും വേല ചെയ്യുന്ന മക്കളെ കണ്ടു കഴിഞ്ഞാൽ, ശുശ്രൂഷകരെ കണ്ടു കല്ലെടുത്തെറിയുന്നു, അവരെ മുറിവേൽപ്പിക്കുന്നു, അവരെ കൊല്ലുന്നു. അതിനു വേണ്ടി കരാറൊക്കെ ഒപ്പിട്ട് വാങ്ങി നടക്കുന്നൊരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ് അല്ലേ? പക്ഷേ പൗലോസിന് ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. ദൈവം അത് കണ്ടായിരുന്നോ? മുമ്പേ ദൈവം അത് കണ്ടായിരുന്നോ? അതാ പറയുന്നത്, ദൈവം മുമ്പേ കണ്ടിട്ടേ ഓരോ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. നമുക്ക് എടുക്കാം അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാവോ സിസ്റ്ററെ? അപ്പോൾ ആദ്യം നമ്മൾ കണ്ടല്ലോ ശൗൽ എന്നാ ഇവിടെ പറയുന്നത് അല്ലേ? എബ്രായ നാമമാണ് ശൗൽ എന്ന, പൗലോസിന്റെ എബ്രായ നാമമാണ് ശൗൽ എന്നുള്ളത്. അപ്പോൾ ശൗൽ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നേരെ ഭീഷണി, ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയൊക്കെ പറഞ്ഞ് അവരെ കൊല്ലുവാൻ വേണ്ട ഉടമ്പടിയൊക്കെ ഒപ്പിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശൗല്. തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോഴൊക്കെ അറിയാൻ കഴിയും, ശൗലിന് ദൈവം വെളിപ്പെട്ടു അല്ലേ? താഴോട്ടുള്ള വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതിൽ വെളിപ്പെട്ടു, കർത്താവ് വിളിച്ചു, ശൗലേ ശൗലേ നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചല്ലേ? ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവത്തെ ആരാധിച്ചിട്ടില്ല അല്ലേ? വിളിയിലോട്ട് വന്നിട്ടില്ല. എങ്കിലും എപ്പോഴും നമ്മളൊന്ന് നോക്കിയാൽ മതി, കർത്താവിന്റെ വിളി കേൾക്കുന്നവരെല്ലാം വളരെ ബഹുമാനത്തോടു കൂടി ഭക്തിയോടു കൂടി മാത്രമേ വിളി കേട്ടിട്ടുള്ളൂ അല്ലേ? യജമാനനെ, കർത്താവേ, ഗുരു, റബ്ബി എന്നൊക്കെ പറഞ്ഞാണ് അവര് കർത്താവിന് റിപ്ലൈ കൊടുക്കുന്നത്. അതുപോലെ ദൈവത്തെ അറിയാത്തൊരു പൗലോസ് ഇവിടെ ചോദിക്കുക, നീ ആരാകുന്നു കർത്താവേ? കർത്താവ് എന്താ മറുപടി പറഞ്ഞേ? നീ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന യേശു ആകുന്നു ഞാൻ. പൗലോസ് ഒന്ന് ഞെട്ടി അല്ലേ? പൗലോസ് വിചാരിച്ചു പൗലോസിന്റെ ഒരു കാര്യം വരത്തില്ല. പൗലോസ് അങ്ങ് നടക്കാന്ന് വിചാരിച്ചു. റെഡിയാക്കി ശുശ്രൂഷകന്മാരെയും കർത്താവിന്റെ വേല ചെയ്യുന്ന മക്കളെ എല്ലാം വെട്ടി നശിപ്പിച്ച് മുന്നോട്ട് പോവാം, സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാമെന്ന് പൗലോസ് കരുതി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ കർത്താവ് അവനെ കണ്ടു. എന്തിനു വേണ്ടി അവനെ കണ്ടത്? മുന്നവേ അവനെ കണ്ടതാ. അവന്റെ ടൈം ഇപ്പോഴാ സിസ്റ്ററെ, അവന്റെ ടൈം ഇപ്പോഴാ. ദമസ്കോസിലോട്ട് പോകുന്ന വഴിയിലാ ദൈവം അവനെ കണ്ടത്. അതായിരുന്നു അവന്റെ റൈറ്റ് ടൈം. മനസ്സിലാവുന്നുണ്ടോ? റൈറ്റ് ടൈം അതായിരുന്നു. ദൈവനാമത്തിന് എതിരായി മറ്റുള്ളവരെ, ശുശ്രൂഷകന്മാരെ ഉപദ്രവിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ശൗലിന്റെ അല്ലെങ്കിൽ പൗലോസിന്റെ ടൈം എന്ന് പറയുന്നത് അതായിരുന്നു. അതുകൊണ്ട് നിങ്ങളോടും പറയുന്നത്, പ്രയാസമുണ്ട്, പ്രതിസന്ധിയുണ്ട്, ഭാരമുണ്ട്, ഇറങ്ങി വരും. കറക്റ്റ് ടൈമിൽ ഇറങ്ങി വരും. എവിടെയാണ് ഇറങ്ങി വരേണ്ടതെന്ന് അപ്പന് നല്ലവണ്ണം അറിയാം. ഉപേക്ഷിച്ച് പോവത്തില്ല, വിട്ടു കൊടുക്കത്തില്ല, ഒന്നിനും വിട്ടു കൊടുക്കാൻ അവൻ അനുവദിക്കത്തില്ല. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാവുന്നതിന് മുമ്പേ അവൻ നിന്നെ കണ്ടതാ. ശൗലിനെയും അതുപോലെ അവൻ കണ്ടതാ. ശൗലിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അവൻ ഭയങ്കര ഭാഷാ പരിജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ദൈവം അവനെ കണ്ടത്. ഭാഷാ പരിജ്ഞാനം. നമ്മളിവിടേക്ക് പലർക്കും പല പല ക്വാളിറ്റീസ് ഉണ്ടല്ലേ? പല കഴിവുകളും നമുക്കുണ്ട്, ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് പല കഴിവുകളും തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോഴും ആ കഴിവ് എന്തെന്ന് തിരിച്ചറിയാതെ ഇരിക്കുന്നവരാ നമ്മൾ പലരും. ആണോ അല്ലേ? ആണ്. ദൈവം പാടാൻ നന്നായിട്ട് ആ കഴിവ് തന്നിട്ടുള്ളവരുണ്ട്. മനോഹരമായി പ്രസംഗിക്കാൻ കഴിയുന്നവർ ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ? ഉണ്ട്. ഒന്നും അറിയാത്ത പുഴുക്കളാ. പക്ഷെ ഇവിടെ ഇതിനെ കാട്ടി റെഡിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്നേ.
നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്നവരുണ്ട്, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുന്നവരുണ്ട്, അനേകം പേരെ താഴെ കിടക്കുന്നവരെ കരം പിടിച്ച് ഉയർത്താൻ കഴിയുന്നവർ ഇതിനകത്തുണ്ട്. പല ക്വാളിറ്റീസും ഉള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാ ഇന്നിവിടെ വന്നേക്കുന്നത്. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാ ഇവിടെ നീ വന്നേക്കുന്നത്. പൗലോസിന് പല ഭാഷകളെ പറ്റി നല്ല ജ്ഞാനമുള്ളൊരു വ്യക്തിയായിരുന്നു. കുഞ്ഞുനാൾ എടുത്തു നോക്കുമ്പോൾ നിയമപ്രമാണങ്ങളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് കാണാതെ പഠിക്കുന്നു. അവന്റെ പ്രായത്തിലേക്കാളുള്ള ബുദ്ധിയായിരുന്നു അവന്. മിടുമിടുക്കനായിരുന്നു അവൻ. സോ അന്നേരമേ കർത്താവ് അങ്ങ് സെലക്ട് ചെയ്തു. നിന്നെ ഞാൻ കണ്ടുട്ടോ, കുഴപ്പമില്ല, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു, നീ ഇവിടെ നിന്നോ, കുഴപ്പമില്ല, നിനക്ക് ഒരു ടൈം ഉണ്ട്, ആ ടൈം വരെ നീ നിന്റെ മോഹങ്ങളിൽ നടന്നോ, നമുക്ക് അങ്ങനെ വിട്ടേക്കുവാ. ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ടെങ്കിലും പുറത്തു പോകുമ്പോൾ പല കാര്യങ്ങളിന് വേണ്ടി നമ്മൾ പോകുന്നുണ്ട്. വിട്ടേക്കുവാ. ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ നിന്നെ ഒന്നങ്ങ് പിടിക്കും. ആ ഒരു പിടിയിലുണ്ടല്ലോ ആരും കാണത്തില്ല നിന്നെ രക്ഷിക്കാനായിട്ട്. അന്നേരം ആരും കാണത്തില്ല. ഈ വാക്ക് പറഞ്ഞ് നിൽക്കുന്ന കുറെ കൂട്ടുകാർ കാണാം, സഹോദരങ്ങൾ കാണാം, മിത്രങ്ങൾ കാണാം, എല്ലാരും കാണാം. പക്ഷേ ദൈവം ഒന്നിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ആ പിടിവിടുവാനായിട്ട് ദൈവത്തിനല്ലാതെ വേറെ ഒന്നിനും കഴിയത്തില്ല. അതുകൊണ്ട് നിന്നെ നിങ്ങളെ വിട്ടേക്കുവാ. പക്ഷേ കയറിക്കോണം, അവന്റെ സന്നിധിയിൽ വന്നോണം. അങ്ങനെ പൗലോസിനെയും കർത്താവ് കണ്ടു. കർത്താവിന്റെ കേൾവി കേട്ടതിന് ശേഷം അവൻ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ തന്നെ അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്കതിൽ കാണാൻ കഴിയുമല്ലേ. ഒരുപക്ഷെ കാഴ്ച നഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്തേനെ? വീണ്ടും പോയി അവരെ വീണ്ടും ഉപദ്രവിച്ചേനെ. പക്ഷേ അവന്റെ കാഴ്ചയെ കർത്താവ് എന്ത് ചെയ്തു? മൂടിക്കളഞ്ഞു. അതുപോലെ നിങ്ങളുടെ കാഴ്ചകളെയും കർത്താവ് മൂടാൻ പോവാ. ഈ ലോകത്തിൽ ഇറങ്ങിയുള്ള കാഴ്ചകളുണ്ടല്ലോ, നല്ല വീട്, BMW കാറ്, അല്ലേ, നല്ല ജോലി, അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കർത്താവ് ഇന്ന് ക്യാൻസൽ ചെയ്ത് കുരുടാനാക്കാൻ പോവുക നിങ്ങളെ. ആമേൻ. പൗലോസിന്റെ കാഴ്ചയെ കർത്താവ് എന്ത് ചെയ്തു? പൂട്ടി. അവന്റെ കാഴ്ചയെ കർത്താവ് അടച്ചു. ഒരു സൊല്യൂഷൻ പക്ഷെ അവിടെ ഉണ്ടായിരുന്നു. ദമസ്കോസിൽ തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അനന്യാസ് എന്നൊരു ദൈവദാസനെ ദൈവം കണ്ടായിരുന്നു. അനന്യാസിനെ കർത്താവ് അവന്റെ അടുക്കിലേക്ക് വിടുക, അല്ലെ. അനന്യാസിന്റെ അടുത്ത് ദൈവം പറയുക, അവനെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നീ അവന്റെ അടുത്ത് പോണം, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അന്നേരം ഞാൻ അവന് കാഴ്ച നൽകും. അപ്പോൾ അവൻ അറിയും ഞാൻ ആരാണെന്നുള്ളത്. അപ്പൊ അനന്യാസ് ചോദിക്കുവാണ്, എന്തിന്റെ വല്ല ആവശ്യമുണ്ടോ? അവൻ നിന്നെ കൊല്ലാൻ നടക്കുന്ന ഒരു മനുഷ്യനല്ലേ, അവൻ നിന്നെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് നിന്നെ നശിപ്പിക്കാൻ നടക്കുന്ന ഒരു മനുഷ്യനല്ലേ, നിനക്ക് ആവശ്യമുണ്ടോ? അപ്പൊ അവിടെ പറയുന്നൊരു വാക്യമുണ്ട്, അതിന് 15-ാം അധ്യായം. കർത്താവ് അവനോട്, നീ പോക, അവന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രം ആകുന്നു. അനന്യാസിനോട് ദൈവം പറയുക, നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞ നീ ചെയ്താൽ മതി. അവൻ ഇവിടെ നിൽക്കാനുള്ള ആളല്ല. പല ഭാഷകളെ അവനറിയാം. പല ഭാഷകൾ അവൻ അറിയാവുന്നത് കൊണ്ട് പല ഭാഷകളിൽ അവന് ദൈവരാജ്യത്തെ പറ്റി സംസാരിക്കുവാനായിട്ട് കഴിയും. യവന ഭാഷ അവനറിയാം, ഗ്രീക്ക് ഭാഷ അവനറിയാം, എബ്രായർ ഭാഷ അവനറിയാം. പല ഭാഷകൾ ജ്ഞാനമുള്ളവനാ. യെരുശലേമിലേക്ക് വരുന്നത് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ് വരുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ വരുന്നത്. അവരോട് സുവിശേഷം പറയുവാൻ തൻ്റെ 12 ശിഷ്യന്മാർക്ക് കഴിയത്തില്ല. അവർക്ക് ഭാഷയെ പറ്റി ജ്ഞാനമില്ല. എന്നാൽ കർത്താവ് മുന്നേ കണ്ട അപ്പോസ്തലനായ പൗലോസിന് ജ്ഞാനമുണ്ടായിരുന്നു, ഭാഷയെ പറ്റി ജ്ഞാനമുണ്ടായിരുന്നു. ആ ജ്ഞാനമാണ് കർത്താവ് അവനിൽ കണ്ടൊരു ക്വാളിറ്റി. അവനെ കർത്താവ് വിളിച്ചു. അവന്റെ ആ അന്ധതയെ, ആ ലോകത്തിലുള്ള അന്ധതയെ കർത്താവ് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കാഴ്ചയെ കർത്താവ് മൂടിയിട്ട് ആത്മാവിനെ കാണുവാനുള്ള കണ്ണിനെ കർത്താവ് ഓപ്പൺ ചെയ്തു കൊടുത്തു. ആമേൻ. അപ്പോ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രവാവൻ. നമുക്ക് വരാം, ആ വചനം നമുക്ക് അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാനൊരു മൺപാത്രമാന്നുള്ളത്. വരാം, നമുക്ക് കാണാം. മനസ്സിലാവുന്നുണ്ടോ? അനന്യാസിനോടാ പറയുന്നത്, പൗലോസിനോടല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമായവൻ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മൺപാത്രമായവൻ. ഒരുപാട് ഒടയാനുണ്ട്, ഒരുപാട് പണികളുണ്ട്. പക്ഷേ ആരാ പണിയുന്നത്? കുശവന്റെ കയ്യിലാണ് അവൻ ഇരിക്കുന്നതെന്ന് നല്ലവണ്ണം അറിയാം. കുശവനാ പറയുന്നത്,
ഇതൊരു മൺപാത്രമാ, ഇത് നിരുങ്ങാനുണ്ട്, ഇത് ഒടയാനുണ്ട്. പക്ഷെ ഇത് ഒടഞ്ഞങ്ങ് പോവത്തില്ല. കുശവൻ അതിനെ പണിതോളും. അതിനെ വേറൊരു പാത്രമാക്കി, വേറൊരു ഷേപ്പാക്കി, മറ്റുള്ളവർക്ക് നല്ല ഫലങ്ങളെ കായ്ക്കുന്ന നല്ല മക്കളാക്കി ദൈവം നിർത്തിക്കോളും. ഉടഞ്ഞു പോകുവാനായിട്ട് ഒരു പിശാചിനെയും കർത്താവ് അനുവദിക്കത്തില്ല. കർത്താവ് അവിടെ പറയുവാണ്, അനന്യാസ് അവന്റെ കണ്ണിൽ തൊട്ട് പ്രാർത്ഥിച്ചു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനം ഏൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ആമേൻ. എന്ത് ചെയ്തെന്ന് പറയുന്നത്? അവൻ ഉടനെ എഴുന്നേറ്റ് ഇത്രയും നാളെ ഞാൻ ദ്രോഹിച്ചിരുന്ന ദൈവത്തെ അവൻ മനസ്സിലാക്കി കേട്ടോ. മനസ്സിലാക്കി. കർത്താവിന് വേണമെങ്കിൽ ആ ജീവനാന്ത കാലം അവനെ അങ്ങനെ തന്നെ ഒരു കുരുടനാക്കി വെക്കായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തില്ല. കാരണം നേരത്തെ കണ്ടതാ, അല്ലെ? നേരത്തെ കണ്ടതാ, ദൈവം നേരത്തെ കണ്ടതാ. അതുകൊണ്ട് ഒരു കുരുടനായിട്ട് നിർത്താനല്ല ദൈവം ആഗ്രഹിച്ചത്. അവൻ്റെ കണ്ണിനെ തുറന്നു. അവൻ്റെ ഈ ലോകത്തിൻ്റെ കണ്ണിനെ അടച്ചിട്ട് ആത്മീയ കണ്ണിനെ ദൈവം ഓപ്പൺ ചെയ്തു. ആത്മീയ കണ്ണിനെ അവൻ ഓപ്പൺ ചെയ്തു. ആത്മീക തലത്തിൽ കിടക്കുന്ന ഇരുട്ടുകളെ ദൈവം ഇന്ന് മാറ്റാൻ പോവുക. നിന്റെയും എന്റെയും ജീവിതത്തിലെ ആത്മീക തലത്തിൽ കിടക്കുന്ന ചില അന്ധതകളെ, ചില ഇരുട്ടുകളെ ഇന്ന് കർത്താവ് അതിനെ തുടച്ച് നീക്കി നിന്റെ കണ്ണ് തുറക്കാൻ പോവുക. നിന്റെ കുരുടമായ അവസ്ഥകളെ ദൈവം മാറ്റാൻ പോവുക. നിന്റെ നിശാന്തത കർത്താവ് മാറ്റാൻ പോവുക. ആമേൻ. സംശയം വേണ്ട. ഇനിയെങ്കിലും ഒന്ന് സംശയിക്കാതിരുന്നൂടെ? അല്ലേ? ഇനി ആ സംശയം ഒന്നെടുത്ത് മാറ്റിവെക്കണം. ഞാൻ രക്ഷിക്കപ്പെടും. ഞാൻ അവസാനത്തോളം നിന്ന് ഞാൻ രക്ഷിക്കപ്പെടും. പ്രശ്നങ്ങൾ എന്തൊക്കെ വന്നോട്ടെ, പ്രതിസന്ധികൾ എന്തൊക്കെ വന്നോട്ടെ, ഞാൻ വീണു പോവത്തില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ യാത്ര അവിടെ നിന്ന് ആരംഭിക്കുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ ഉടനെ തന്നെ കണ്ണു തുറന്ന ഉടനെ തന്നെ അവൻ സ്നാനമേക്കുക ചെയ്തത്. കർത്താവിനെ അവൻ സ്വീകരിച്ചു, അല്ലേ? അവൻ സ്നാനമേറ്റ് പിന്നെ അങ്ങോട്ട് അവനൊരു പാത്രമാ, അല്ലേ? ഉടയണം, അല്ലേ? ഒരുപാട് ഉടയാനുണ്ട്, ഒരുപാട് അടി കിട്ടാനുണ്ട്, ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കാനുണ്ട്. അതെല്ലാം നമ്മൾ മത്തായി 10 നമ്മൾ വ്യക്തമായി കണ്ടതാ. പരിഹാസം ഉണ്ടാവും, എതിർപ്പുകൾ ഉണ്ടാവും, എതിരികൾ ഉണ്ടാവും, കഷ്ടപ്പാടുകൾ ഉണ്ടാവും. എങ്കിലും നീ അധൈര്യപ്പെടരുത്, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യാ, പതറിപ്പോവരുത്. ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നമുക്ക് വായിക്കാം. ഈ ഒരു വാക്യം കൂടെ വായിച്ച് ഇവിടെ വേദഭാഗത്തിൽ ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അപ്പോൾ പൗലോസ്, പിന്നെ അങ്ങോട്ടുള്ള പൗലോസിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പ്രയത്നങ്ങളും ത്യാഗങ്ങളും ഒരുപാട് വചന ശുശ്രൂഷയൊക്കെ ആയിട്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന വാർത്തയായിട്ട് എല്ലായിടത്തും ചെന്നു. ഒരുപാട് അടികിട്ടി, ചമ്മട്ടി കൊണ്ട് അടിച്ചു, മുറിവേൽപ്പിച്ചു, കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. എന്തൊക്കെ വന്നാലും അവൻ വീണു പോയില്ല, അവൻ തകർന്നു പോയില്ല. അവന് തകർന്നു പോകുവാനായിട്ട് ഒരു പിശാചും അനുവദിച്ചില്ല. കർത്താവ് ബലത്തോടുകൂടി അവനെ നിർത്തുക തന്നെ ചെയ്തു. 2 കൊരിന്ത്യർ 4 നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അതുകൊണ്ട് അവരെന്ത് ചെയ്യുവാണ്? കരുണ ലഭിച്ചിട്ട് അധൈര്യപ്പെടാതെ. ഇന്ന് അധൈര്യത്തോടു കൂടി ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സംശയത്തോടു കൂടി ഇരിക്കുന്നവരുണ്ടോ? അധൈര്യത്തോടു കൂടി ഇരിക്കുന്നവരുണ്ടോ? മാറ്റിവെച്ചോ. കർത്താവ് പറയുക അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം ഇവിടെ പറയുക അതിൻ്റെ ഒരു ആവശ്യമില്ല. അതിനെയെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നീ ഇന്ന് എഴുന്നേൽക്കാൻ റെഡി ആകുവാണെങ്കിൽ, അവന്റെ ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുവാൻ നീ ഇന്ന് തയ്യാറാണെങ്കിൽ, അവൻ നിന്നെ ഉപയോഗിക്കാൻ പോവുക. ഒരു പാത്രമായി അവൻ നിന്നെ ഉപയോഗിക്കാൻ പോവുക. നിന്ന പാത്രമായി തീരുവാനല്ല അവൻ നിന്നെ കണ്ടത്. പരിഹാസ പാത്രമായി തീരുവാനല്ല അവൻ നിന്നെ കണ്ടത്. നിന്നെ നല്ലൊരു മൺപാത്രമാക്കി നിന്നെ അത് മെനഞ്ഞ് അനേകം മക്കൾക്ക് ഫലം കായ്ക്കുന്ന ഒരു നല്ല പാത്രമായിട്ട് അവൻ നിന്നെ കണ്ടത്. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല. എന്റെ സ്വന്തമല്ല. മത്തായിയിൽ പറഞ്ഞല്ലേ, ഫ്രീ ആയിട്ട് കിട്ടുന്നതാ ഫ്രീ ആയിട്ട് കൊടുത്തോണം, ഫ്രീ ആയിട്ട് കിട്ടുന്നതാ, അതുകൊണ്ട് നീ ഇതിന് വില പേശരുത്. അതുകൊണ്ട് പൗലോസിന് നല്ല ഉറപ്പുണ്ടായിരുന്നു, നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഈ ശക്തി എന്റെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ആമേൻ.
നമ്മൾ പലരിൽ നിന്നും ഗിഫ്റ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നവരല്ലേ? ഗിഫ്റ്റ് കിട്ടാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ ആ ഗിഫ്റ്റിന് എത്ര നാള് അതിനൊരു കാലാവധി ഉണ്ടാവും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വീട് പാല് കാച്ചുമ്പോൾ നല്ല നല്ല ഗ്ലാസ്, സോസർ, കപ്പ് ഒക്കെ കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഉപയോഗിച്ച് ലൈഫ് ലോങ് അങ്ങനെ തന്നെ ഇരിക്കുവാണോ ചെയ്യുന്നത്? അല്ല, പൊട്ടിപ്പോവും. പലതും പൊട്ടിപ്പോവും, നശിച്ചു പോവും. കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടമൊക്കെ ആണെന്നേൽ അത് നശിച്ചു പോവും. പക്ഷെ ഇവിടെ കർത്താവ് നൽകുന്ന ഒരു ദാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്, അല്ലെ? കൃപാവരങ്ങളെ കർത്താവ് നൽകുന്നത്. അത് എന്നേക്കും നിലനിൽക്കും. പക്ഷെ നീ അതിൽ അഹങ്കരിക്കരുതെന്ന ദൈവം പറയുന്നത്. നീ അത് അഹങ്കരിക്കരുത്, അതിന് നീ വിലപേശരുത്. അതിൽ അഹന്തയും ഭാവവും ഒന്നും വേണ്ട. ഇത് നിനക്ക് ഞാൻ സൗജന്യമായിട്ടാണ് ഞാൻ തരുന്നത്. ഇത് നീ സൗജന്യമായിട്ട് തന്നെ മക്കൾക്ക് കൊടുക്കണം. ഇത് നിനക്ക് ഞാൻ തരുന്ന ഒരു ദാനമാണ്. ഇത് നീ മറ്റുള്ളവർക്ക് അവര് വേണമെന്ന് പറയുമ്പോൾ നീ അവർക്ക് വേണ്ടി കൊടുക്കണം. അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി നീ ഉപവസിക്കണം. അവർക്ക് വേണ്ടി നീ ഇത് കൊടുക്കണം. ഒരു പാത്രമാക്കിയല്ല നിന്നെ കണ്ടത്. ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്കുള്ള മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. പൗലോസ് പറയുന്ന വാക്കാ ഇത്. മൺപാത്രങ്ങളിലാ. ഇത് ഇവിടെ ഇരിക്കുന്നത് എവിടെയാണ്? മൺപാത്രത്തിലാണ് ഇരിക്കുന്നത്. കർത്താവ് അവനെ കണ്ടത് എന്തായിട്ടാ? ഒരു പാത്രമായിട്ടല്ലേ കണ്ടത്? ഒരു പാത്രമായിട്ടാ കണ്ടത്. ആ പാത്രത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന എന്തിനെയാ? പരിശുദ്ധാത്മാവിനെയാ നിക്ഷേപിച്ചിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് ഈ മൺപാത്രത്തെ നീ ഇന്ന് കൊണ്ടുപോകുന്നതെങ്കിൽ നീ പതറി പോകത്തില്ല. മുറിവേൽക്കേക്കാം, ഒരുപാട് പ്രശ്നങ്ങൾ വന്നേക്കാം, ഉടഞ്ഞു പോയേക്കാം, ഉടഞ്ഞു പോയ പാത്രമായേക്കാം. പക്ഷേ ഉപയോഗമില്ലാതെ ദൈവം നിന്നെ മാറ്റത്തില്ല. അതിനെ രണ്ടാമത് വീണ്ടും മെനയും, വീണ്ടും മെനയും. കുശവന്റെ കയ്യിലെ കളിമണ്ണാണ് നീ. അതിനെ അവൻ മെനഞ്ഞ് 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 വീണ്ടും വീണ്ടും മൂർച്ച കൂട്ടി നല്ല നല്ല പാത്രമാക്കി ദൈവം മാറ്റുക തന്നെ ചെയ്യും. ഉടഞ്ഞു പോകുവാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. ഉടഞ്ഞു പോകുവാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിലും എപ്പോഴും വഹിക്കുന്നു. ആമേൻ, ആമേൻ. ഇതാരെ പറ്റിയാ പറയുന്നത്? ശുശ്രൂഷകന്മാരെ പറ്റി, അപ്പോസ്തലന്മാരെ പറ്റി പറയുന്നതാ ഞാൻ. അപ്പോസ്തലന്മാരെ പറ്റിയൊക്കെ ആക്ഷേപിക്കുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ടല്ലേ? ഇവിടെ നിന്ന് അവർ പ്രസംഗിക്കുന്ന പ്രസംഗം, പ്രവചനം എല്ലാം വളരെ മനോഹരമാണ്. പക്ഷെ അവർക്കൊരു പ്രയർ റൂമുണ്ട്, ഒരു വാർ റൂമുണ്ടല്ലേ, ഒരു യുദ്ധക്കളമുണ്ട്. ആ യുദ്ധക്കളത്തില് പോർ പൊരുതി ക്ഷീണിച്ച് ക്ഷീണിച്ച് തകർന്ന ഒടഞ്ഞ പാത്രമായിട്ടായിരിക്കും അവരിവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷെ ആ ക്ഷീണം അവർ കാണിക്കുന്നുണ്ടോ? ആ വേദന അവർ കാണിക്കുന്നുണ്ടോ? ഇല്ല. എന്തിനു വേണ്ടി അവരത് കാണിക്കാത്തെ? രക്ഷപ്പെടണം, മക്കൾ രക്ഷപ്പെടണം. അവരയ്യോ എനിക്ക് പറ്റുന്നില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നവരും സംശയത്തോടു കൂടി നോക്കിയിട്ട് ഓടിപ്പോവല്ലേ, കർത്താവിൽ നിന്ന് ഓടിപ്പോവും. പക്ഷെ അതുകൊണ്ട് കർത്താവ് അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല പാത്രങ്ങളെ നോക്കി അവൻ തിരഞ്ഞെടുക്കത്തുള്ളൂ. നല്ല പാത്രങ്ങളെ നോക്കി കർത്താവ് തിരഞ്ഞെടുക്കത്തുള്ളൂ. പെട്ടെന്ന് വീണുടഞ്ഞു പോകുന്ന പാത്രത്തെ അവൻ നോക്കി എടുക്കത്തില്ല. അങ്ങനെയുള്ള പാത്രം ഇവിടെ വേണ്ട സിസ്റ്ററെ. അങ്ങനെയുള്ള പാത്രത്തെ ദൈവത്തിന് വേണ്ട. പക്ഷേ അന്ത്യം വരെയും എന്തൊക്കെ വന്നാലും ഉപ്പ് എന്റെ മുന്നിൽ ഒന്നുമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ എന്നെ നിറയ്ക്കുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട് എന്ന് ഉറക്കെ പാടി പാടി അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കഴിയുന്നവനാണ് യഥാർത്ഥ അപ്പോസ്തലൻ, അല്ലേ? യഥാർത്ഥ അപ്പോസ്തലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്ത് ഞെരുക്കം വന്നാലും, എന്തോ പീഡകൾ വന്നാലും ഒരിക്കലും അത് മുഖത്ത് കാണിച്ച് നിരാശയോട് ഇരിക്കത്തില്ല. വലിയ വലിയ പാസ്റ്റർമാർ വരുന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്, അല്ലേ? അന്ന് ബാക്കിയുള്ള ഞായറാഴ്ച നമ്മൾ വന്നില്ലെങ്കിലും ആ ദിവസം നമ്മളെല്ലാവരും ഇവിടെ പ്രസന്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഓർത്തോണം, അവരിവിടെ വന്ന് നിൽക്കുന്നത് ഒരുപാട് ശോധനയുടെയും പ്രയാസത്തിന്റെ എല്ലാം മധ്യയിലാണ്. കർത്താവിന്റെ നാമത്തിൽ ഒരാൾ ചെറുതായിട്ടൊരു മൈക്ക് എടുക്കുന്നെങ്കിൽ പോലും അതിനും ഒരുപാട് പ്രതികൂലങ്ങൾ അവർക്കുണ്ട്. ഒരുപാട് പ്രതികൂലങ്ങൾ അവരുണ്ട്. ആ പ്രതികൂലങ്ങളിലൂടെ നടന്ന അവർ നിങ്ങളെ മുമ്പിൽ വന്ന വചനം പറയുന്നത്. അതുകൊണ്ട് അവരെ മാനിക്കുക, അവരെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക. ദൈവവചനം പറയുന്ന ഏതൊരു വ്യക്തിയെയും നിങ്ങൾ മാനിക്കുക. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അവർ നിൽക്കുന്നത് കൊണ്ടാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? അവരിവിടെ നിൽക്കുന്നത് കൊണ്ടാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അവർക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അവരുടെ ത്യാഗ മനോഭാവം നിങ്ങൾ എപ്പോഴും കാണണം. അവര് മരിച്ചാലും കർത്താവ് മരിക്കുവാൻ അവർ ഇടവരുത്തത്തില്ല, അല്ലേ? ഉടഞ്ഞു പോയ പാത്രമാണെങ്കിലും
സന്തോഷത്തോടു കൂടി ഞായറാഴ്ച ദിവസങ്ങളിൽ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സൗന്ദര്യത്തോടു കൂടി അവർ വന്ന് നിന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മുടെ വിചാരം അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാ. പക്ഷേ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എങ്കിലും അവർ പ്രശംസിക്കുന്നു, കർത്താവിൽ അവർ പ്രശംസിക്കുന്നു. അങ്ങനെയുള്ളവരായി നമ്മൾ മാറണം. അതുപോലെ ഷോണ സിസ്റ്റർ പറഞ്ഞ പോലെ 2 കൊരിന്ത്യർ 4:16 വാക്യം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. അകമയുള്ള മനുഷ്യനെ നീ നോക്കിയാൽ മതി. ക്ഷയിച്ചു പോയേക്കാം, നടക്കാൻ പറ്റുന്നില്ല, മുടന്തനായേക്കാം, ഈ ഒരു പോക്കിൽ നിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയേക്കാം. ദേഹത്തെ മാത്രമേ പിശാചിനെ തകർക്കാൻ കഴിയത്തുള്ളൂ. ദേഹിയെ ഒരു പിശാചിനും തൊടാൻ കഴിയത്തില്ല. അകത്തെ മനുഷ്യനെ നീ ബലം പ്രാപിക്കണം, അവനെ നീ ശക്തി പ്രാപിക്കണം. നിന്റെ ഉപവാസം, നിന്റെ പ്രാർത്ഥന, നിന്റെ ഡെഡിക്കേഷൻ ആ അകത്തെ മനുഷ്യനെ ശക്തി പ്രാപിച്ചേ മതിയാവത്തുള്ളൂ. ആമേൻ. ബലം ക്ഷയിച്ചവരെ പോലെ വന്ന് നിന്ന് എനിക്ക് ക്ഷയമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നല്ല പറയേണ്ടത്. എന്തൊക്കെ വന്നാലും ദേഹത്തെ നിങ്ങൾ ക്ഷയിച്ചാലും ദേഹിയെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ദേഹിയെ നിങ്ങൾ വിട്ടുകൊടുത്തേക്കരുത്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഈ നൊടി നേരത്തേക്ക് ഈ ലോകത്തില് നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവരാണേൽ സാരമില്ല, സാരമില്ല. ഒന്നൊന്ന് പറഞ്ഞേ, സാരമില്ല. എല്ലാരും ഒന്ന് പറഞ്ഞേ, എന്റെ ഈ പ്രശ്നം സാരമില്ല, സാരമില്ല. ഇത് വളരെ ടെമ്പററിയാ, ഞൊടി നേരത്തേക്ക് മാത്രമുള്ളതാ, അല്പസമയത്തേക്ക് മാത്രമുള്ളതാ. ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ നോക്കുമ്പോൾ, നിത്യ തേജസ്സിന്റെ ഘനം ഓർക്കുമ്പോൾ, ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, സാരമില്ല, സാരമില്ല. ഇവിടെ ഇരുന്ന് സാരമില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അയ്യോ എനിക്ക് കഷ്ടമാണ് എന്ന് വിളിക്കാനല്ല ഞാൻ പറയുന്നത്, കേട്ടോ. ഇവിടെ ഇരുന്ന് വളരെ ആക്റ്റീവായിട്ട് യെസ് യെസ് യെസ്, പുറത്തിറങ്ങുമ്പോൾ പഴയതിനേം കാട്ടി മോശമാണ് അവസ്ഥ എന്നാരും പറയരുത്. അങ്ങനെ പറയരുത്. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയാ ഇന്ന് നിങ്ങളെ ബലപ്പെടുത്തുന്നത്. അങ്ങമയുള്ള മനുഷ്യനെ ബലപ്പെടുത്തുന്നത് അതുകൊണ്ടുവാ. എന്തൊക്കെ വന്നാലും നിങ്ങൾ ഓർത്തണം, വേലക്കാരൻ ആഹാരത്തിന് യോഗ്യനാണ്. അവൻ ഒരിക്കലും ദൈവം മുട്ടിക്കത്തില്ല. ഏലിയാവിനെ ദൈവം മാനിച്ചു, സാരഭാത്തിലെ വിധേയതയോ അനുഗ്രഹിച്ചു. അതുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കളപ്പുരകളെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സാരമില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അല്ലെ? എല്ലാരും പറയണം, ഒന്നിലും അഹങ്കരിക്കരുത്. നമ്മൾ ആരും ഒന്നിലും അഹങ്കരിക്കുന്നവരല്ലേ. കാണുന്നവർക്ക് നമ്മൾ വളരെ അഹങ്കാരിയായിട്ട് തോന്നിയേക്കാം, പക്ഷേ നോ പ്രോബ്ലം. ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് ഒരു അഹങ്കാരവും വേണ്ട. ഇത് തന്നതാരാ? അപ്പനാ. ആ ഒരു ബോധ്യം നിന്റെ ഉള്ളിലുണ്ടോ? കുഴപ്പമില്ല, പൊയ്ക്കോ. നീ ആ ട്രാക്കിലൂടെ തന്നെയാ പോകുന്നത്. ഒരിക്കലും അഹങ്കരിക്കരുത്, ഒന്നിലും നമ്മൾ അഹങ്കരിക്കരുത്. കർത്താവിന്റെ വേല സ്ഥിരതയോടുകൂടി നമ്മൾ നോക്കണം. ഈ കാണുന്നതെല്ലാം മായയാണ്, മായയായ ലോകത്താണ് നമ്മൾ നടക്കുന്നത്. പക്ഷെ നിത്യമായ ഒരു വാസം കർത്താവ് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇന്ന് എല്ലാവരും ഒരുക്കത്തോടുകൂടി നിങ്ങൾ ആയിരിക്കണം. വീണ്ടും നമുക്ക് ഈ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വചനത്തിൽ നിന്ന് ഇരിക്കുന്നു. മത്തായി 10-ാം അധ്യായം അവന്റെ അവസാനത്തെ വാക്യങ്ങൾ. മത്തിന്റെ 40. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. പ്രതിഫലം ലഭിക്കും. മനസ്സിലാവുന്നുണ്ടോ? പ്രതിഫലം ലഭിക്കും. കർത്താവ് അയച്ചിരിക്കുന്ന മനുഷ്യരെ നീ അംഗീകരിക്കണം, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ നീ റെസ്പെക്ട് ചെയ്യണം. താഴെയുള്ള വാക്യമാണ് നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളത്. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആമേൻ, ആമേൻ. പ്രതിഫലം കിട്ടാതെ പോകത്തില്ല. നീതിമാനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, പ്രവാചകനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ശിഷ്യനായ ചെറുവനെയും ചെറിയവനെയും നിങ്ങൾ അംഗീകരിക്കണം.
കർത്താവിന് വേണ്ടി ഒരു വേല ചെയ്യുന്ന ആരെയും, ഈ കസാര പെറുക്കിയിടുന്നതാവട്ടെ, എന്തോ ചെയ്യുന്നവരെ നിങ്ങൾ അംഗീകരിക്കണം, നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്യണം. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രതിഫലം നിശ്ചയമാണെന്നാ പറയുന്നത്. പ്രതിഫലം നിശ്ചയമാ. വെറും കൈയോടെ കർത്താവ് നിങ്ങളെ മടക്കി വിടത്തില്ല. സന്തോഷമുണ്ടോ? എത്ര പേർക്ക് ഇന്ന് സന്തോഷമുണ്ട്? നിങ്ങൾ ഹാപ്പിയാണോ? നിങ്ങൾ ഇന്ന് നിറഞ്ഞോ? ഒഴിഞ്ഞു വന്ന നിങ്ങൾ ഇന്ന് നിറഞ്ഞോ? അത്രയും മതി, വേറെ ഒന്നും വേണ്ട. ഞാൻ വിശ്വസിക്കുന്നു ഇത് എനിക്കും കൂടെ ചേർന്ന വാക്യവാ ദൈവം ഇന്ന് തന്നത്. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും, എന്തൊക്കെ ഭാരം വന്നാലും പതറിപ്പോവരുത്, പതറിപ്പോവരുത്, വീണു പോവരുത്, അധൈര്യപ്പെടരുത്, സംശയിക്കരുത്. കർത്താവിന്റെ വേല സ്ഥിരതയോടുകൂടി ചെയ്താൽ മാത്രം മതി. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം എല്ലാം നിങ്ങൾ എടുത്തു നോക്കുക. അവസാനം അവനെ വധിച്ചു എന്നാ അറിയാൻ കഴിഞ്ഞതല്ലേ? സ്തെഫാനോസ് അവനെ വധിച്ചു, അവന് ശിരച്ഛേദനം ചെയ്തു എന്നൊക്കെയാ നമ്മൾ അറിയുന്നത് അല്ലേ? പക്ഷേ പൗലോസിന് സന്തോഷമാട്ടോ. ചില ആൾക്കാര് അതിനെ നോക്കി പുറുപുറുക്കുന്നുണ്ടാവും. കണ്ടോ, ദൈവത്തിന് വേണ്ടി നിന്നിട്ട് അവന്റെ തല വെട്ടി മാറ്റി. അങ്ങനെയല്ല. പത്രോസ് ഇവിടെ ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ഈ കഷ്ടം അനേക ലേഖനങ്ങൾ എഴുതുവാൻ എന്നെ സഹായിച്ചു. ആ ലേഖനങ്ങൾ ഞാൻ എഴുതിയപ്പോൾ ആ ലേഖനങ്ങൾ വായിക്കുന്ന നിങ്ങൾ കർത്താവ് ആരാന്ന് അറിയുവാൻ അതിനിടയായി. ആമേൻ. ഒരുവൻ അങ്ങനെ സഹിക്കാനില്ലായിരുന്നെങ്കിൽ, അല്ലെ, ഒരുവൻ അങ്ങനെ സഹിക്കാനില്ലായിരുന്നെങ്കിൽ ഈ വേദഭാഗ്യങ്ങൾ ഉണ്ടാവുമായിരുന്നോ? ഇത് വേദവാക്യങ്ങൾ ഉണ്ടാവുമായിരുന്നോ? കർത്താവിന് നമ്മൾ ഇത്രയധികം അറിയുമായിരുന്നോ? ഇല്ല. അതിലും അവൻ സന്തോഷം കണ്ടെത്തി. പൗലോസ് അതിലും സന്തോഷം കണ്ടെത്തി. അവന്റെ ജീവൻ എന്തോ വന്നാലും ദേഹത്തെ മാത്രമേ ഈ ലോകക്കാർക്ക് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. എന്റെ ദേഹിയെ ഒരുവനും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് ഉറപ്പോട് കൂടി നിന്ന് പറഞ്ഞ പൗലോസ്, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും വരുന്ന അനവധി കഷ്ടങ്ങളുണ്ട്, അനവധി പ്രതികൂലങ്ങളുണ്ട്. പറഞ്ഞോണം, സാരമില്ല. നിത്യ തേജസ്സിന്റെ ഘനം ഞാൻ ഓർക്കുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. എന്തൊക്കെ വന്നാലും സംശയിക്കരുത്. എനിക്ക് വീണ്ടും ഇതേ പറയാനുള്ളൂ, സംശയിക്കരുത്. പ്രാർത്ഥനാ വിഷയങ്ങൾ വൈകിയേക്കാം, പക്ഷേ സമയമാകുമ്പോ അത് വരും. അത് നിശ്ചയവാ. സമയമാകുമ്പോ അത് വരും, നിശ്ചയവാ. നിന്നെ നിന്ന പാത്രമാക്കി ദൈവം മാറ്റത്തില്ല. പരിഹാസ പാത്രമാക്കി ദൈവം നിന്നെ മാറ്റത്തില്ല. നിന്നെ മാനിക്കുന്ന ഒരു കർത്താവ്, നിന്നെ മാനിക്കുന്ന ഒരു കർത്താവ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ, 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 ആമേൻ. അപ്പാ, നന്ദിയോട് സ്തോത്രത്തെ സ്തുതിക്കുന്ന പിതാവേ, ഇന്ന് ഞങ്ങൾ കേട്ട വചനം, ഇന്ന് കർത്താവ് ഇടയിൽ നീ നൽകിയ ഈ വചനം, അപ്പാ, ഈ വന്ന മക്കൾക്ക് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, അവർ നല്ല നിലത്ത് വീണതാന്ന് ഞാൻ അറിയുന്നു. അവരുടെ നിലം അവർ ഉഴുതിട്ടേക്കുവാന്ന് ഞാൻ അറിയുന്നു. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ആ ഉഴുതിട്ട നിലത്തില് കർത്താവേ ഈ വിത്തുകൾ ചെന്ന് വീഴുമ്പോൾ കർത്താവേ, സംശയം കൂടാതെ അതവർക്ക് റിസീവ് ചെയ്യുവാനും, സംശയം കൂടാതെ അവരത് റിസീവ് ചെയ്യുമ്പോൾ അവരുടെ കളപ്പുരകൾ കർത്താവേ സമൃദ്ധിയായി വർദ്ധിക്കുന്നു ഞങ്ങൾ കാണുന്നു. ഈ ഡിസംബർ മാസം 1-ാം തീയതി ഇത് ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ കർത്താവേ, ചില ശൂന്യമായ അവസ്ഥകളെ അപ്പാ നീ അതിനെ മാറ്റുന്നതിനെ ഓർത്ത്, നീ അതിനെ മാനിക്കുന്നതിനെ ഓർത്ത്, ഒരു അബണ്ടൻസ് കർത്താവേ, ഒരു വർദ്ധനവ് നീ അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നതിനെ ഓർത്ത്, എന്തൊക്കെ കഷ്ടങ്ങൾ വന്നാലും, എന്തൊക്കെ ഭാരങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും ഈ നല്ല ദൈവത്തെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവത്തില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകത്തക്ക ബലം അപ്പാ നീ രാവിലെക്കാലം അവർക്ക് പകർന്നതിനെ ഓർത്ത് പരിശുദ്ധനെ നന്ദിയോട് സ്തോത്രം സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാനവും മഹത്വം യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ.